ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ കേരളത്തിൻ്റെ സ്വന്തം കോഴിക്കോടിൻ്റെ തെരുവുകളിലെ പഴയ ഓർമ്മകളിലേക്ക് ഒരു യാത്ര പോവുകയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള കോഴിക്കോടൻ മണ്ണിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത്. ഇന്നത്തെ കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി അലങ്കരിക്കുമ്പോൾ ആ പദവിക്ക് ഒരുപാട് മുൻപേ ആ നഗരത്തിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ അതിൻ്റെ കഥകൾ ലോകത്തോട് പറയാൻ കൊതിച്ച ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന നമ്മളെല്ലാവരും സ്നേഹത്തോടെ SK പൊറ്റക്കാട് എന്ന് വിളിക്കുന്ന ആ വലിയ എഴുത്തുകാരൻ്റെ കുട്ടിക്കാലത്തിൽ നിന്നും നമുക്ക് ഈ കഥ ആരംഭിക്കാം. നമ്മൾ അദ്ദേഹത്തോടൊപ്പം ആഫ്രിക്കൻ കാടുകളിലൂടെയും യൂറോപ്പിലെ നഗരങ്ങളിലൂടെയും നൈൽ നദിയുടെ തീരങ്ങളിലൂടെയുമൊക്കെ പിന്നീട് യാത്ര ചെയ്യുമെങ്കിലും ആ ലോകസഞ്ചാരിയുടെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചത് കോഴിക്കോടൻ തെരുവുകളാണ്. ലോകം മുഴുവൻ കാണാനുള്ള ആ വലിയ ആഗ്രഹത്തിൻ്റെ ആദ്യത്തെ വിത്ത് പാകിയത് ഈ മണ്ണാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിൽ ഇൻ്റർനെറ്റോ ഗൂഗിളോ ടെലിവിഷനോ ഒന്നുമില്ല. ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു നാടിനെക്കുറിച്ചറിയാൻ നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി തുറമുഖത്ത് കപ്പലിറങ്ങുന്ന ഏതെങ്കിലും ഒരു നാവികൻ പറഞ്ഞു തരുന്ന കഥകൾ മാത്രമാണ്. ആ കഥകൾ കേട്ട് അതിലെ മണവും നിറവും ആളുകളെയുമെല്ലാം മനസ്സിൽ സങ്കല്പിച്ചെടുക്കണം. ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ലോകം കാണാനുള്ള യാത്രകൾക്ക് തയ്യാറാകുമായിരുന്നോ? നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അങ്ങനെ ഒരു ലോകത്താണ് നമ്മുടെ കഥാനായകൻ വളരുന്നത്. അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ മാപ്പ് മിഠായി തെരുവിലെ കച്ചവടക്കാരും കോഴിക്കോട് ബീച്ചിൽ വന്നിറങ്ങുന്ന ഉരുക്കളിലെ ജോലിക്കാരുമായിരുന്നു. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് കോഴിക്കോടാണ്. ഇന്നത്തെ തിരക്കേറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിറഞ്ഞ കോഴിക്കോടല്ല, മറിച്ച് ഒരു നൂറ്റാണ്ട് മുൻപത്തെ കോഴിക്കോട്. അന്ന് ആകാശത്തെ മറയ്ക്കുന്ന വലിയ കെട്ടിടങ്ങളില്ല, ചെവി തുളയ്ക്കുന്ന ഹോണുകളില്ല. പകരം കുതിരവണ്ടികളുടെ കുളമ്പടി ശബ്ദവും മനുഷ്യരുടെ ആരവങ്ങളും പലതരം കച്ചവടങ്ങളുടെ വിളിച്ചുപറച്ചിലുകളും പിന്നെ കടലിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ മണവുമായിരുന്നു ആ നഗരത്തെ ഉണർത്തിയിരുന്നത്. അറബികളും ഗുജറാത്തികളും തുർക്കികളും ചൈനക്കാരും യൂറോപ്പുകാരും ഒരുപോലെ വന്ന് വ്യാപാരം നടത്തിയിരുന്ന ഒരു ലോകം തന്നെയായിരുന്നു അന്ന് കോഴിക്കോട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവരുടെ ഭാഷ, വസ്ത്രം, സംസ്കാരം, കൊണ്ടുവരുന്ന സാധനങ്ങൾ, അവർ പറഞ്ഞു പോകുന്ന കഥകൾ, ഇവയെല്ലാം നിറഞ്ഞ ഒരു വലിയ അങ്ങാടിയായിരുന്നു ആ പഴയ കോഴിക്കോട്. ഈ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് 1913 മാർച്ച് 14 ശങ്കരൻകുട്ടി എന്ന ഒരു ആൺകുട്ടി ജനിക്കുന്നു. ഒരു ഇംഗ്ലീഷ് സ്കൂൾ അധ്യാപകനായ കുഞ്ഞിരാമൻ പൊറ്റക്കാടിൻ്റെ മകനായിട്ടായിരുന്നു അവൻ്റെ ജനനം. കൂട്ടുകാർക്കിടയിൽ കളിച്ചു ചിരിച്ചു നടക്കുമ്പോഴും ശങ്കരൻകുട്ടിയുടെ കണ്ണുകൾ എപ്പോഴും ചുറ്റുമുള്ള കാഴ്ചകൾ തേടുകയായിരുന്നു. അവൻ്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ പട്ടം പറത്തിയും ഗോലി കളിച്ചും സമയം കളയുമ്പോൾ ഈ കുട്ടി ചിലപ്പോൾ മിഠായി തെരുവിൻ്റെ ഒരു കോണിലിരുന്ന് ആളുകളെ നിരീക്ഷിക്കുകയായിരിക്കും. പല നിറത്തിലും മണത്തിലുമുള്ള കോഴിക്കോടൻ ഹൽവ വാങ്ങാൻ വരുന്നവർ, വിലപേശുന്നവർ, പൊട്ടിച്ചിരിക്കുന്നവർ, ആരോടോ ദേഷ്യപ്പെടുന്നവർ, ഓരോ മുഖത്തും അവൻ ഓരോ കഥകൾ വായിച്ചെടുത്തു. അവൻ്റെ കുഞ്ഞു മനസ്സിൽ ആ കാഴ്ചകൾ ഒരു സിനിമ പോലെ പതിഞ്ഞുകൊണ്ടിരുന്നു. കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പലതരം സാധനങ്ങൾ, ചുമരുകളിൽ പതിപ്പിച്ചിരിക്കുന്ന വിചിത്രമായ ചിത്രങ്ങൾ, കാറ്റിനൊപ്പം ഒഴുകിവരുന്ന ഏലക്കയുടെയും ഗ്രാമ്പുവിൻ്റെയും ചുക്കിൻ്റെയും മണം എല്ലാം അവനൊരു പുതിയ അനുഭവമായിരുന്നു. അവൻ്റെ സ്കൂൾ ജീവിതം ചാലപ്പുരം ഗണപതി സ്കൂളിലായിരുന്നു തുടങ്ങിയത്. ക്ലാസ്സിലെ പാഠങ്ങളെക്കാൾ അവനെ ആകർഷിച്ചത് സ്കൂളിലേക്കും വീട്ടിലേക്കുമുള്ള യാത്രകളിലെ കാഴ്ചകളായിരുന്നു.
ഓരോ ദിവസവും ആ വഴിയിലെ കാഴ്ചകൾക്ക് പുതിയ ഭാവങ്ങളായിരുന്നു. ചിലപ്പോൾ ഒരു പാമ്പാട്ടി വഴിയരികിലിരുന്ന് മകുടി ഊതുന്നുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശി കൗതുകത്തോടെ 4 ഭാഗവും നോക്കി നടക്കുന്നുണ്ടാകും. കോഴിക്കോട് തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന വലിയ ഉരുക്കളും പായ്ക്കപ്പലുകളും അവൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി. ആ കപ്പലുകൾ എവിടെ നിന്നായിരിക്കും വരുന്നത്? അതിലെ ആളുകളുടെ നാട് എങ്ങനെയായിരിക്കും? അവിടെയും ഇതുപോലെയുള്ള കടലും തെരുവുകളും മനുഷ്യരും ഉണ്ടാകുമോ? അവൻ്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ നിറഞ്ഞു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള ഒരു യാത്രയായിരുന്നു ഒരുപക്ഷെ അവൻ്റെ ജീവിതം. അവൻ്റെ കണ്ണുകൾ ഒരു ക്യാമറ പോലെ ആ പഴയ കോഴിക്കോടിൻ്റെ ഓരോ തുടിപ്പും ഒപ്പിയെടുക്കുകയായിരുന്നു. ഭാവിയിൽ ലോകത്തിനു മുന്നിൽ ആ കോഴിക്കോടിൻ്റെ കഥ പറയാനായി, ആ തെരുവിൻ്റെ ഇതിഹാസം എഴുതാനായി, ആ ദേശത്തിൻ്റെ ചരിത്രം കുറിക്കാനായി. അവൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ വീട്ടിൽ പുസ്തകങ്ങൾക്കൊരു കുറവുമുണ്ടായിരുന്നില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയ കാലം മുതൽ അവൻ ആ പുസ്തകങ്ങളുടെ ലോകത്തായിരുന്നു. റഷ്യൻ എഴുത്തുകാരായ ടോൾസ്റ്റോയുടെയും ദസ്തയേവ്സ്കിയുടെയും കഥകൾ മുതൽ ഇന്ത്യൻ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും വരെ ആ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ കൂട്ടുകാരായി. ആ പുസ്തകങ്ങളിലെ ഓരോ വരിയും അവനൊരു പുതിയ ലോകം തുറന്നുകൊടുത്തു. കോഴിക്കോടൻ തെരുവിൽ നിന്നും അവൻ്റെ മനസ്സ് റഷ്യയിലെ മഞ്ഞുമൂടിയ താഴ്വരകളിലേക്കും, ആഫ്രിക്കയിലെ ഘോര വനങ്ങളിലേക്കും, യൂറോപ്പിലെ പുരാതന നഗരങ്ങളിലേക്കും യാത്ര തുടങ്ങി. വായിച്ച ഓരോ കഥയിലെയും നാടുകൾ കാണാൻ, അവിടുത്തെ ആളുകളെ നേരിൽ പരിചയപ്പെടാൻ അവൻ അതിയായി ആഗ്രഹിച്ചു. ആ പുസ്തകങ്ങൾ അവൻ്റെ ഉള്ളിലെ സഞ്ചാരിയെ പതിയെ ഉണർത്തുകയായിരുന്നു. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംസാരമുണ്ട്. ഒരുപക്ഷേ എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രകൾ തുടങ്ങിയത് കോഴിക്കോട് നിന്ന് മുംബൈയിലേക്കുള്ള തീവണ്ടിയിലായിരുന്നില്ല, മറിച്ച് അച്ഛൻ്റെ ലൈബ്രറിയിലെ ആ പഴയ പുസ്തകങ്ങളുടെ താളുകളിൽ നിന്നായിരുന്നുവെന്ന്. പുസ്തകങ്ങൾ ഒരു ലോകം കാണിച്ചു കൊടുത്തപ്പോൾ കോഴിക്കോട് പട്ടണം അവന് ജീവിതത്തിൻ്റെ പാഠങ്ങൾ കാണിച്ചു കൊടുത്തു. അവൻ്റെ വീടിനടുത്തുള്ള കല്ലായിപ്പുഴ അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തടി വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ആനകളെ ഉപയോഗിച്ച് പുഴയിൽ നിന്നും കൂറ്റൻ തടികൾ കയറ്റുന്ന കാഴ്ച ഒരത്ഭുതത്തോടെ അവൻ നോക്കി നിൽക്കുമായിരുന്നു. ആ ആനപ്പാപ്പാന്മാരുടെ ജീവിതം, അവരുടെ പാട്ടുകൾ, അവരുടെ കഷ്ടപ്പാടുകളെല്ലാം അവൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു മിഠായി തെരുവും. അതവന് വെറുമൊരു കച്ചവട സ്ഥലം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരിടമായിരുന്നു. ഓരോ കടയ്ക്കും പറയാൻ ഒരു കഥയുണ്ടായിരുന്നു. തലമുറകളായി ഒരേ കടയിലിരുന്ന് ഹൽവ വിൽക്കുന്നവർ, ദൂരെ ഗുജറാത്തിൽ നിന്നും വന്ന് തുണിക്കച്ചവടം ചെയ്യുന്നവർ, ഭാഗ്യം പരീക്ഷിക്കാനെത്തി ഒടുവിൽ കോഴിക്കോടൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നവർ. അവരുടെ എല്ലാം സന്തോഷവും സങ്കടവും നിറഞ്ഞ നിമിഷങ്ങൾക്ക് ആ തെരുവ് സാക്ഷ്യം വഹിച്ചു. ഈ സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളാണ് പിൽക്കാലത്ത് അവൻ്റെ എഴുത്തിന് ജീവൻ നൽകിയത്. ഒരു തെരുവിൻ്റെ കഥ എന്ന ലോകപ്രശസ്തമായ നോവൽ എഴുതാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് മിഠായി തെരുവിലെ ഈ കാഴ്ചകളായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. അവൻ്റെ ഭാവനയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരിടം കോഴിക്കോട് ബീച്ചായിരുന്നു. വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുമൊത്ത് അവിടെ കാറ്റുകൊള്ളാനിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ദൂരെ ചക്രവാളത്തിൽ മറയുന്ന കപ്പലുകളിലായിരിക്കും. ആ കപ്പലുകൾ ഒരുപാട് രഹസ്യങ്ങളുമായി പല നാടുകളിലൂടെ സഞ്ചരിച്ചു വരുന്നവയാണെന്ന് അവൻ വിശ്വസിച്ചു. അതിലെ ജോലിക്കാർ പറയുന്ന കടൽക്കഥകൾ കേൾക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു. കൊടുങ്കാട്ടിൽപ്പെട്ടതിൻ്റെ കഥ, ദൂരെ ഏതോ ദ്വീപിൽ കണ്ട വിചിത്ര ജീവികളുടെ കഥ, ആഫ്രിക്കൻ തീരങ്ങളിലെ നിഗൂഢമായ ആചാരങ്ങളുടെ കഥ. ഓരോ കഥയും അവൻ്റെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ നിറച്ചു. തനിക്കും ഒരു നാൾ ഇതുപോലെ ഒരു കപ്പലിൽ കയറി ഈ കാണുന്ന ലോകത്തിനപ്പുറമുള്ള കാഴ്ചകൾ കാണണമെന്ന് അവൻ ഉറപ്പിച്ചു. ലോകസഞ്ചാര സാഹിത്യത്തിൽ തൻ്റേതായ ഒരു വഴി വെട്ടിത്തുറന്ന ആ വലിയ എഴുത്തുകാരൻ്റെ ഉള്ളിൽ കടലിനെ നോക്കി സ്വപ്നം കണ്ടിരുന്ന ആ കോഴിക്കോടൻ ബാലൻ എപ്പോഴും ജീവിച്ചിരുന്നു. ആ കുട്ടിയുടെ കൗതുകമായിരുന്നു, ആ കുട്ടിയുടെ അടങ്ങാത്ത ആഗ്രഹങ്ങളായിരുന്നു ഓരോ യാത്രയിലും അദ്ദേഹത്തിന് വഴികാട്ടിയായത്. കോഴിക്കോടിൻ്റെ തെരുവുകളും പുഴയും കടലും അവിടുത്തെ മനുഷ്യരുമാണ് ശങ്കരൻകുട്ടിയെന്ന ആ കുട്ടിയെ എസ്.കെ. പൊറ്റക്കാട് എന്ന ലോകസഞ്ചാരിയാക്കി മാറ്റിയത്. ആ മഹത്തായ യാത്രയുടെ തുടക്കം ഇവിടെയായിരുന്നു, നമ്മൾ മറന്നുപോയ ഈ പഴയ കോഴിക്കോടിൻ്റെ ഹൃദയത്തിൽ നിന്ന്.
കോഴിക്കോടിൻ്റെ തെരുവുകളിൽ സ്വപ്നം കണ്ടു നടന്ന ശങ്കരൻകുട്ടി വളർന്നു, പഠിച്ചു, തൻ്റെ അച്ഛനെ പോലെ തന്നെ ഒരു അധ്യാപകനായി. കോഴിക്കോട് സാമൂതിരി കോളേജിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു സുരക്ഷിതമായ ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് എല്ലാവരും കരുതി. സ്ഥിര വരുമാനമുള്ള, ബഹുമാനിക്കപ്പെടുന്ന ഒരു ജോലി. ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന് ഇതിൽ കൂടുതൽ എന്താണ് ആഗ്രഹിക്കാനുണ്ടായിരുന്നത്? എന്നാൽ ശങ്കരൻകുട്ടിയുടെ മനസ്സ് ആ ക്ലാസ് മുറികളിൽ ഒതുങ്ങി നിന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കണ്ടിരുന്നത് ദൂരെ എങ്ങോട്ടോ പോകുന്ന തീവണ്ടികളെയായിരുന്നു. ഓരോ തീവണ്ടിയും അദ്ദേഹത്തിന് അറിയാത്ത പുതിയ ലോകങ്ങളിലേക്കുള്ള വാതിലുകളാണെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. പുസ്തകത്താളുകളിൽ മാത്രം കണ്ടുപരിചയിച്ച നാടുകൾ അദ്ദേഹത്തെ മാടി വിളിക്കുന്നത് പോലെ തോന്നി. അങ്ങനെയിരിക്കെ തൻ്റെ 26-ാമത്തെ വയസ്സിൽ ആ ചെറുപ്പക്കാരൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. തൻ്റെ അധ്യാപക ജോലി രാജിവെക്കുകയാണ്. എന്തിനു വേണ്ടി, എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ലോകം കാണാൻ. വീട്ടുകാർക്കും കൂട്ടുകാർക്കും അതൊരു തരം ഭ്രാന്തായിട്ടാണ് തോന്നിയത്. കയ്യിലുള്ള നല്ലൊരു ജോലി വലിച്ചെറിഞ്ഞ് അനിശ്ചിതത്വത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക. എന്നാൽ ശങ്കരൻകുട്ടിയുടെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനുള്ളിലെ സഞ്ചാരിയുടെ വിളി അത്രയേറെ ശക്തമായിരുന്നു. അങ്ങനെ കയ്യിൽ കിട്ടിയ കുറച്ചു പണവും കുറേ സ്വപ്നങ്ങളും പിന്നെ ഭാവി എന്താകുമെന്നറിയാത്ത ഒരു മനസ്സുമായി അദ്ദേഹം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറാൻ നിന്നു. ലക്ഷ്യം മഹാനഗരമായ ബോംബെ, ഇന്നത്തെ മുംബൈ. ആ തീവണ്ടി യാത്ര ഒരു സാധാരണ യാത്രയായിരുന്നില്ല. അത് സുരക്ഷിതമായൊരു ജീവിതത്തിൽ നിന്നും അജ്ഞാതമായൊരു ലോകത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പലായനമായിരുന്നു. ആദ്യമായിട്ടാണ് അദ്ദേഹം തൻ്റെ നാടും വീടും വിട്ട് ഇത്രയും ദൂരേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. തീവണ്ടിയുടെ ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പിന്നോട്ട് ഓടി മറയുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. കേരളത്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഗ്രാമങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, ചെറിയ പട്ടണങ്ങൾ എല്ലാം പതിയെ പതിയെ പിന്നിലായി. വണ്ടി ഓരോ സംസ്ഥാനം കടന്നുപോകുമ്പോഴും പുറത്തെ കാഴ്ചകൾക്ക് മാത്രമല്ല, വണ്ടിക്കകത്തെ ആളുകൾക്കും മാറ്റം വന്നു തുടങ്ങി. മലയാളം സംസാരിക്കുന്നവർ കുറഞ്ഞു. പകരം കന്നഡയും മറാത്തിയും ഹിന്ദിയും സംസാരിക്കുന്നവർ ആ ബോഗിയിൽ നിറഞ്ഞു. അവരുടെ വസ്ത്രധാരണ രീതികൾ, ഭക്ഷണപ്പൊതികൾ, സംസാര ശൈലികൾ എല്ലാം അദ്ദേഹത്തിനൊരു പുതിയ അറിവായിരുന്നു. അതുവരെ പുസ്തകങ്ങളിൽ മാത്രം വായിച്ചറിഞ്ഞ ഇന്ത്യയുടെ വൈവിധ്യം അദ്ദേഹം കൺമുന്നിൽ കാണുകയായിരുന്നു. ഓരോ സ്റ്റേഷനിലും വണ്ടി നിർത്തുമ്പോൾ, പുറത്തിറങ്ങി ചായ കുടിക്കുമ്പോഴും അവിടുത്തെ കച്ചവടക്കാരുടെ സംസാരവും പെരുമാറ്റവും അദ്ദേഹം ശ്രദ്ധിച്ചു. ലോകം എത്ര വലുതാണെന്നും താൻ കണ്ട ജീവിതങ്ങൾ എത്ര ചെറുതാണെന്നും അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ജീവചരിത്രകാരന്മാർക്കിടയിൽ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്: ആ ജോലി രാജിവെച്ചത് കേവലം ഒരു യുവത്വത്തിൻ്റെ എടുത്തുചാട്ടമായിരുന്നോ, അതോ തൻ്റെ സാഹിത്യ ജീവിതത്തിനു വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ തയ്യാറെടുപ്പായിരുന്നോ അത്? അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ആ തീവണ്ടി ബോംബെയിലെ വിക്ടോറിയ ടെർമിനസ്, ഇന്നത്തെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എത്തിയപ്പോൾ ആദ്യമായി ആ വലിയ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്തു വെച്ച ശങ്കരൻകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. കോഴിക്കോടിൻ്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്നും അദ്ദേഹം വന്നിറങ്ങിയത് മനുഷ്യരുടെ ഒരു മഹാസമുദ്രത്തിലേക്കായിരുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകൾ, പലതരം ശബ്ദങ്ങൾ, പലതരം ഭാഷകൾ. തലയുയർത്തി നോക്കിയാൽ ആകാശം കാണാത്തത്ര ഉയരമുള്ള കെട്ടിടങ്ങൾ. കോഴിക്കോട്ട് പട്ടണം ഒരു ചെറിയ ഗ്രാമം പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചുരുങ്ങിപ്പോയി. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ശങ്കരൻകുട്ടി അവിടെ തന്നെ നിന്നുപോയി. കയ്യിലൊരു ചെറിയ പെട്ടിയും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് അപ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്നില്ല. മുംബൈ നഗരം അദ്ദേഹത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചില്ല. അതൊരു മായാനഗരമായിരുന്നു. അവസരങ്ങളുടെ വലിയ ലോകം, അതേസമയം ചതിക്കുഴികളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു പാതാളം കൂടിയായിരുന്നു അത്. കയ്യിലുള്ള പണം ഓരോ ദിവസവും കുറഞ്ഞു വന്നു. താമസിക്കാൻ ഒരു നല്ല ഇടം കണ്ടെത്തുന്നത് പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. വിശപ്പടക്കാൻ പലപ്പോഴും വില കുറഞ്ഞ വഴിയോര ഭക്ഷണങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. കോഴിക്കോട്ടെ സുരക്ഷിതമായ വീട്ടിലിരുന്ന് ലോകം സ്വപ്നം കണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ മഹാനഗരത്തിലെ തിരക്കിനിടയിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു. പക്ഷേ അദ്ദേഹം തളർന്നില്ല. ആ കഷ്ടപ്പാടുകൾക്കിടയിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നു തന്നെയിരുന്നു. അദ്ദേഹം ആ നഗരത്തെ പഠിക്കുകയായിരുന്നു. അതിരാവിലെ പത്രക്കെട്ടുകളുമായി ഓടുന്ന കുട്ടികൾ, ഫാക്ടറികളിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ ഒഴുക്ക്,
രാത്രി വൈകിയും പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ, ചേരികളിലെ ഇടുങ്ങിയ ജീവിതങ്ങൾ, മലബാർ ഹില്ലിലെ വലിയ ബംഗ്ലാവുകൾക്ക് മുന്നിലൂടെ പോകുന്ന വിലകൂടിയ കാറുകൾ, ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളും ആ നഗരം അദ്ദേഹത്തിന് മുന്നിൽ തുറന്നുവെച്ചു. ജീവിക്കാൻ വേണ്ടി അദ്ദേഹം പല ചെറിയ ജോലികളും ചെയ്തു. കുറച്ചുകാലം ട്യൂഷൻ എടുത്തു. ഒരു കടയിൽ കണക്കെഴുത്തുകാരനായി നിന്നു. ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം മുംബൈയിലെ തെരുവുകളിലൂടെ അലഞ്ഞു നടന്നു. മറൈൻ ഡ്രൈവിലെ കടൽക്കാറ്റേറ്റിരുന്നു. ചൗപ്പാത്തിയിലെ തിരക്കിൽ അലിഞ്ഞു ചേർന്നു. ധാരാവിയിലെ ജീവിതങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. ഓരോ മനുഷ്യനും അദ്ദേഹത്തിനൊരു പുതിയ പാഠമായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ട് മുംബൈയിലെത്തിയവരായിരുന്നു അവരിൽ പലരും. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയും നിരാശയും ഒരുപോലെ നിഴലിച്ചിരുന്നു. ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ എഴുത്തുകാരനെ കൂടുതൽ ശക്തനാക്കുകയായിരുന്നു. അദ്ദേഹം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കഥകളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞുകിടന്നു. പിൽക്കാലത്ത് അദ്ദേഹം എഴുതിയ പല കഥകളിലും നോവലുകളിലും മുംബൈ ഒരു പ്രധാന കഥാപാത്രമായി വന്നതിൻ്റെ കാരണം ഈ അലച്ചിലിൻ്റെ കാലമായിരുന്നു. ഈ ആദ്യ യാത്ര നൽകിയ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച, ലോകത്തിൻ്റെ കാഠിന്യം നേരിട്ടറിഞ്ഞ ഒരു പുതിയ മനുഷ്യനായിട്ടാണ് അദ്ദേഹം അവിടെ നിന്നും തിരികെ വരുന്നത്. മുംബൈ അദ്ദേഹത്തിനൊരു പാഠപുസ്തകമായിരുന്നു. ജീവിതമെന്ന വലിയ സർവകലാശാലയിലെ ആദ്യത്തെ കോഴ്സ്. ഈ യാത്രയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എസ്.കെ. പൊറ്റക്കാട് എന്ന സഞ്ചാര സാഹിത്യകാരൻ ജനിക്കുമായിരുന്നില്ല. കോഴിക്കോട്ട് ഒരു കോളേജിലെ അധ്യാപകനായി ഒരുപക്ഷെ അദ്ദേഹം ഒതുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ ആ തീവണ്ടി ടിക്കറ്റ് ഒരു ടിക്കറ്റ് മാത്രമായിരുന്നില്ല. അത് ലോകത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശന ചീട്ടായിരുന്നു. സുരക്ഷിതത്വത്തിൻ്റെ ആ 4 ചുവരുകൾ ഭേദിച്ച് പുറത്തു വന്നതുകൊണ്ടാണ് പിൽക്കാലത്ത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലും നൈൽ നദിയുടെ തീരങ്ങളിലും യൂറോപ്പിലെ യുദ്ധഭൂമിയിലും ഭയമില്ലാതെ കാലുകുത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. ആ വലിയ യാത്രകളുടെയെല്ലാം ഉറച്ച അടിത്തറ പാകിയത് മുംബൈയിലേക്കുള്ള ആ ആദ്യ തീവണ്ടി യാത്രയായിരുന്നു. മുംബൈയിലെ ജീവിതം നൽകിയ കയ്പും മധുരവും നിറഞ്ഞ അനുഭവങ്ങൾ ശങ്കരൻകുട്ടിയെ കൂടുതൽ കരുത്തനാക്കിയിരുന്നു. സ്വന്തം നാടിൻ്റെ അതിരുകൾക്കപ്പുറമുള്ള ഇന്ത്യയുടെ യഥാർത്ഥ മുഖം അദ്ദേഹം കണ്ടു തുടങ്ങിയിരുന്നു. മഹാനഗരത്തിൻ്റെ തിരക്കും നിലനിൽപ്പിനായുള്ള മനുഷ്യരുടെ ഓട്ടവും കണ്ടുമടുത്ത അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായ ഒരിടം തേടുകയായിരുന്നു. പുസ്തകങ്ങളിൽ വായിച്ച, പലരും പറഞ്ഞു കേട്ട ഭാവനാസമ്പന്നമായ വിവരണങ്ങളിലൂടെ മാത്രം പരിചയമുള്ള ഒരിടം, ഭൂമിയിലെ സ്വർഗമെന്ന് വിളിക്കപ്പെടുന്ന കാശ്മീർ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ആ മഞ്ഞുമലകളുടെ താഴ്വര അദ്ദേഹത്തിന് മാടി വിളിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നു. മുംബൈയിലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിലിരുന്ന അദ്ദേഹം പച്ചപ്പുള്ള, പൂക്കൾ നിറഞ്ഞ, തണുത്ത കാറ്റുവീശുന്ന ആ നാടിനെ സ്വപ്നം കണ്ടു. അങ്ങനെ അടുത്ത യാത്ര അങ്ങോട്ട് തന്നെ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഇത്തവണത്തെ യാത്രയ്ക്ക് മുൻപത്തെ യാത്രയുടെ അനിശ്ചിതത്വമുണ്ടായിരുന്നില്ല. മുംബൈ അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. എങ്ങനെ പുതിയ സ്ഥലങ്ങളുമായി പൊരുത്തപ്പെടണം, എങ്ങനെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യണം, എങ്ങനെ മനുഷ്യരെ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള പാഠങ്ങൾ. അദ്ദേഹം വീണ്ടും ഒരു തീവണ്ടി കയറി. പക്ഷേ ഇത്തവണ വടക്കോട്ട്. പഞ്ചാബിലെ പത്താൻകോട്ടായിരുന്നു ട്രെയിൻ യാത്രയുടെ അവസാന സ്റ്റേഷൻ. അവിടെ നിന്നങ്ങോട്ട് മലകൾ കയറി വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതകളിലൂടെ ബസ്സിൽ വേണം യാത്ര തുടരാൻ. ഇന്ത്യയുടെ സമതലങ്ങളിൽ നിന്നും ഹിമാലയത്തിൻ്റെ താഴ്വരകളിലേക്കുള്ള ബസ് യാത്ര തന്നെ ഒരു അത്ഭുത ലോകത്തേക്കുള്ള പ്രവേശനമായിരുന്നു. പതിയെ പതിയെ ഭൂപ്രകൃതി മാറിത്തുടങ്ങി. ചൂടുകാട്ടിന് പകരം തണുപ്പുള്ള കാറ്റ് മുഖത്ത് തട്ടിത്തുടങ്ങി. റോഡിനിരുവശവും പച്ചപ്പ് നിറഞ്ഞു. ദൂരെ മലനിരകൾ അവ്യക്തമായി കാണാമായിരുന്നു. ഓരോ വളവ് തിരിയുമ്പോഴും പുറത്തെ കാഴ്ചകൾ കൂടുതൽ സുന്ദരമായി വന്നു. ആഴത്തിലുള്ള കൊക്കകളും അതിലൂടെ ഒഴുകുന്ന തെളിഞ്ഞ അരുവികളും ദേവദാരു മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടുകളും. കേരളത്തിലെ പച്ചപ്പിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു പച്ചപ്പ്. ആകാശത്തിൻ്റെ നീല നിറം പോലും കൂടുതൽ തെളിഞ്ഞതുപോലെ അദ്ദേഹത്തിന് തോന്നി. യാത്രക്കാർ പലരും തണുപ്പുകൊണ്ട് പുതപ്പുകൾ വലിച്ചു മൂടിയപ്പോൾ ശങ്കരൻകുട്ടി ആ തണുപ്പ് ആസ്വദിക്കുകയായിരുന്നു. തൻ്റെ ഊഹങ്ങളെക്കാളെല്ലാം എത്രയോ മനോഹരമാണ് ഈ കാഴ്ചകളെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി മഞ്ഞുമൂടിയ മലനിരകൾ കാണുന്ന ആ നിമിഷം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വിടർന്നു. സൂര്യരശ്മി തട്ടി വെട്ടിത്തിളങ്ങുന്ന ആ പർവ്വതങ്ങൾ,
ആരോ വെള്ളിക്കട്ടകൾ ഉരുക്കി ഒഴിച്ചതുപോലെ തോന്നി. കേരളത്തിലൊരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച് അറബിക്കടലിൻ്റെ തീരത്ത് കളിച്ചു വളർന്നൊരു ചെറുപ്പക്കാരന് ആ കാഴ്ച ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെയായിരുന്നു. ബസ് ശ്രീനഗർ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതൊരു പുതിയ ലോകം തന്നെയായിരുന്നു. മരം കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങൾ, അവയുടെ തനതായ വാസ്തുവിദ്യ, വ്യത്യസ്തമായ മുഖങ്ങളുള്ള മനുഷ്യർ, പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ധരിച്ചിരിക്കുന്ന ഫിറാൻ എന്ന അയഞ്ഞ വസ്ത്രം, പുരുഷന്മാരുടെ തലപ്പാവ്, സ്ത്രീകളുടെ മുഖത്തെ നാണം, എല്ലാം കോഴിക്കോട്ടെ മുംബൈയിലോ കാണാത്ത കാഴ്ചകൾ. അവിടുത്തെ കാറ്റിന് പോലും ഒരു പ്രത്യേക മണമുണ്ടായിരുന്നു. ദേവദാരുവിൻ്റെയും കത്തുന്ന വിറകിൻ്റെയും പിന്നെ എന്തൊക്കെയോ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഒരു മിശ്രിതം. അദ്ദേഹം ശ്രീനഗറിലെ ദാൽ തടാകക്കരയിലാണ് ഒരു താമസ സ്ഥലം തരപ്പെടുത്തിയത്. ഒരു ഹൗസ് ബോട്ടിൽ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മരം കൊണ്ട് മനോഹരമായി കൊത്തുപണികൾ ചെയ്ത ഒരു വീട്. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് നിശ്ചലമായി കിടക്കുന്ന തടാകവും അതിലൂടെ തുഴഞ്ഞു പോകുന്ന ഷിക്കാര എന്ന ചെറിയ വഞ്ചികളും പിന്നണിയിൽ തല ഉയർത്തി നിൽക്കുന്ന മഞ്ഞും മലകളുമാണ്. ചില യാത്രാവിവരണ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു തർക്കമുണ്ട്. ഒറ്റക്കാട്ടിൻ്റെ എഴുത്തിൽ കാശ്മീരിനുണ്ടായ സ്വാധീനം എത്രത്തോളമായിരുന്നു എന്ന്. കാരണം അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രകൃതിയുടെ വർണ്ണനകൾക്ക് വലിയൊരു സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള ഒരു പുതിയ ശൈലിക്ക് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ കാശ്മീർ യാത്രയ്ക്ക് ശേഷമായിരിക്കാം. അങ്ങനെ ദാൽ തടാകത്തിലെ ജീവിതം അദ്ദേഹത്തിനൊരു പുതിയ അനുഭവമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നേരം വെളുക്കുന്നതിന് മുൻപേ തന്നെ തടാകത്തിലൊരു ചലനം തുടങ്ങും. ചെറിയ വഞ്ചികളിൽ പച്ചക്കറികളും പൂക്കളുമായി കച്ചവടക്കാർ എത്തുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ നടക്കുന്ന ആ കച്ചവടവും വിളപേശലുമെല്ലാം അദ്ദേഹം കൗതുകത്തോടെ നോക്കിയിരുന്നു. കേരളത്തിൽ പുഴയിലും കായലിലുമൊക്കെ വള്ളങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ജനതയുടെ ജീവിതം ഇത്രയധികം ഒരു തടാകവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നത് അദ്ദേഹം ആദ്യമായി കാണുകയായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഒരു ശിക്കാരിയിൽ കയറി തടാകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ള നിശബ്ദതയും വെള്ളത്തിൽ തട്ടിത്തെറിക്കുന്ന തുഴയുടെ ശബ്ദവും ദൂരെ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക് വിളിയും എല്ലാം ചേർന്ന് അദ്ദേഹത്തിനൊരു മാന്ത്രിക ലോകം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങളിൽ കശ്മീരിന് ഒരു പ്രത്യേക സ്ഥാനം ലഭിച്ചതിൻ്റെ കാരണം ഈ അനുഭവങ്ങളായിരുന്നു. അദ്ദേഹം വാക്കുകൾ കൊണ്ട് ആ സൗന്ദര്യം മലയാളികൾക്ക് മുന്നിൽ വരച്ചിട്ടു. ശ്രീനഗറിലെ തെരുവുകളിലൂടെ അദ്ദേഹം ഒരുപാട് അലഞ്ഞു നടന്നു. പഴയ നഗരത്തിലെ ഇടുങ്ങിയ വഴികൾ, തടികൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ബാൽക്കണികൾ, വഴിയോരത്ത് റൊട്ടി ചുട്ടെടുക്കുന്ന കന്തൂർ എന്ന കടകൾ, അവിടെ നിന്നും വരുന്ന കൊതിപ്പിക്കുന്ന മണം. ഓരോ കോണിലും അദ്ദേഹത്തിനൊരു പുതിയ കാഴ്ച കാത്തിരിപ്പുണ്ടായിരുന്നു. കശ്മീരികളുടെ കരകൗശല വിദ്യകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മരത്തിൽ കൊത്തുപണികൾ ചെയ്യുന്നവർ, പേപ്പർ കൊണ്ട് മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കുന്ന പേപ്പിയർ മാഷെ കലാകാരന്മാർ, ലോകപ്രശസ്തമായ കശ്മീരി പരവന്താനികൾ നെയ്യുന്നവർ, അവരുടെയൊക്കെ കടകളിൽ കയറി മണിക്കൂറുകളോളം ഇരുന്ന് അദ്ദേഹം അവരുടെ ജോലികൾ ശ്രദ്ധിച്ചു. അവരുടെ കൈകൾ ഒരു യന്ത്രം പോലെ ചലിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവരുമായി സംസാരിച്ചപ്പോൾ തലമുറകളായി കൈമാറി വന്ന ആ കലയുടെ കഥകൾ അദ്ദേഹം കേട്ടു. വെറുമൊരു കച്ചവടമെന്നതിലുപരി അത് അവരുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്ര മുഗൾ ചക്രവർത്തിമാർ പണികഴിപ്പിച്ച മനോഹരമായ പൂന്തോട്ടങ്ങളിലേക്കും നീണ്ടു. ഷാലിമാർ ബാഗ്, നിഷാദ് ബാഗ്, ഓരോ പൂന്തോട്ടത്തിനും പറയാൻ പ്രണയത്തിൻ്റെയും ചതിയുടെയും ചരിത്ര കഥകളുണ്ടായിരുന്നു. കൃത്യമായി വെട്ടിയൊതുക്കിയ പുൽത്തകിടുകളും പല വർണ്ണങ്ങളിലുള്ള പൂക്കളും നീർച്ചാലുകളും ജലധാരകളും, പ്രകൃതിയെ മനുഷ്യൻ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ജഹാംഗീർ ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നൂർജഹാനു വേണ്ടി പണി കഴിപ്പിച്ച ഷാലിമാർ ബാഗിലിരുന്ന് അദ്ദേഹം ആ പഴയ കാലഘട്ടം മനസ്സിൽ കണ്ടു. ചക്രവർത്തിമാരും രാജ്ഞിമാരും ആ വഴികളിലൂടെ നടന്നുപോയതും ആ ജലധാരകൾക്കരികിലിരുന്ന് സംസാരിച്ചതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിഞ്ഞു. അത് അദ്ദേഹത്തിന് വെറുമൊരു പൂന്തോട്ടമായിരുന്നില്ല, മറിച്ച് ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണായിരുന്നു. കാശ്മീരിലെ തണുപ്പുകാലത്ത് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വിചിത്രമായ വഴി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാങ്കിരി എന്നായിരുന്നു അതിൻ്റെ പേര്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ പാത്രത്തിൽ തീക്കനലിട്ട് അത് ചൂരൽ കൊണ്ടുണ്ടാക്കിയ ഒരു കുട്ടയിലാക്കി വസ്ത്രത്തിനുള്ളിൽ ശരീരത്തോട് ചേർത്ത് പിടിക്കും. തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി എപ്പോഴും ഒരു തീ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന മനുഷ്യർ. പുറമേ ശാന്തമായി കാണുന്ന ഈ താഴ്വരയിലെ ജനങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒരുപക്ഷെ കെടാതെ കത്തുന്ന ഒരു കനലുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചുപോയി.
ആ നാടിൻ്റെ രാഷ്ട്രീയ അസ്വസ്ഥതകളെക്കുറിച്ച് അദ്ദേഹം കേട്ടിരുന്നു. എന്നാൽ പുറമേ കാണുന്ന സൗന്ദര്യത്തിനപ്പുറം ആ ജനങ്ങളുടെ മനസ്സിൽ എരിയുന്ന ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും കനലുകൾ അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. കാശ്മീരിലെ വസന്തകാലം എസ്.കെ. പൊറ്റക്കാട് എന്ന സഞ്ചാരിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. കോഴിക്കോടൻ തെരുവുകളിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മുംബൈ നഗരത്തിലെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകമായിരുന്നു അത്. പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യൻ്റെ അതിജീവനവും കലയും ചരിത്രവും രാഷ്ട്രീയവും എല്ലാം ഇടകലർന്ന ഒരു പുതിയ അനുഭവം. ഈ യാത്ര കഴിഞ്ഞതോടെ തൻ്റെ ജീവിതം ഇനി യാത്രകൾക്കായി മാറ്റിവെക്കണമെന്ന് അദ്ദേഹം പൂർണ്ണമായി ഉറപ്പിച്ചു. ലോകത്തിൻ്റെ ഓരോ കോണിലും ഇതുപോലെ പറയാൻ ഒരുപാട് കഥകളുണ്ടെന്നും ആ കഥകൾ കേൾക്കാനും കാണാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമാണ് താൻ ജനിച്ചതെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാശ്മീരിൻ്റെ നിറങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ നിന്നു. ആ നിറങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികത്തുമ്പിലൂടെ മലയാള സാഹിത്യത്തിന് പുതിയ വർണ്ണങ്ങൾ നൽകി. കാശ്മീരിലെ പൂന്തോട്ടങ്ങളുടെയും ദാൽ തടാകത്തിലെ ശാന്തതയുടെയും ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സഞ്ചാരി വീണ്ടും തൻ്റെ യാത്രകൾ തുടരുകയാണ്. ഭൂമിയുടെ സ്വർഗം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ യാത്രികന് പുതിയ ലക്ഷ്യങ്ങൾ വേണമായിരുന്നു. സൗന്ദര്യം മാത്രമല്ല, ലോകത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളും മനുഷ്യൻ്റെ പ്രാകൃതമായ രൂപങ്ങളും കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിനെ ആകെ വിഴുങ്ങുന്നത്. അതുകൊണ്ടുതന്നെ യൂറോപ്പിലേക്കുള്ള വഴികളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. യാത്രകൾ ജീവശ്വാസമായിരുന്ന പൊറ്റക്കാടിന് മുന്നിൽ അപ്പോൾ തുറന്നു കിട്ടിയത് പുതിയൊരു വാതിലായിരുന്നു. ഇരുണ്ട ഭൂഖണ്ഡമെന്ന് വിളിക്കപ്പെട്ടിരുന്ന ആഫ്രിക്കയുടെ വാതിൽ. പാശ്ചാത്യർ ഭയത്തോടെയും അധിക്ഷേപത്തോടെയും മാത്രം കണ്ടിരുന്ന നിഗൂഢതകളും അപകടങ്ങളും നിറഞ്ഞ ആ ലോകം അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. പാമ്പാട്ടികളുടെയും മന്ത്രവാദികളുടെയും നാടാണ് ഇന്ത്യ എന്ന് വിദേശികൾ പുച്ഛത്തോടെ പറഞ്ഞിരുന്നപ്പോൾ അതേ വിദേശികൾ ഭയക്കുന്ന ആഫ്രിക്കൻ കാടുകളിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെയും മനുഷ്യരുണ്ടെന്നും അവർക്കൊരു ജീവിതവും സംസ്കാരവും ഉണ്ടെന്നും ലോകത്തോട് പറയാൻ, അല്ലെങ്കിൽ കുറഞ്ഞത് തൻ്റെ മലയാളികളോട് പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ 1949 തൻ്റെ 36ാമത്തെ വയസ്സിൽ എസ്.കെ. പൊറ്റക്കാട് മുംബൈ തുറമുഖത്ത് നിന്ന് ആഫ്രിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി. അതൊരു വിനോദയാത്രയ്ക്കുള്ള ആഡംബര കപ്പലായിരുന്നില്ല, മറിച്ച് ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു സാധാരണ കപ്പലായിരുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന ആ കടൽ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കുറച്ച് ജോലിക്കാരും പിന്നെ ആകാശവും കടലും മാത്രമായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഇന്ത്യൻ തീരം കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ചുറ്റും നീലക്കടൽ മാത്രം. രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ കൂടുതൽ തിളങ്ങുന്നതുപോലെ അദ്ദേഹത്തിന് തോന്നി. പകൽ സമയങ്ങളിൽ അദ്ദേഹം കപ്പലിൻ്റെ മുകളിലിരുന്ന് കടലിലേക്ക് നോക്കിയിരുന്നു. താൻ പോകുന്നത് എങ്ങനെയുള്ളൊരു ലോകത്തേക്കായിരിക്കുമെന്ന ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു. പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ ആഫ്രിക്കൻ കാടുകൾ, സിംഹവും ആനയും സ്വതന്ത്രമായി വിഹരിക്കുന്ന പുൽമേടുകൾ, വിചിത്രമായ ആചാരങ്ങളുള്ള ഗോത്രവർഗക്കാർ, സങ്കല്പങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് സഞ്ചരിച്ചിരുന്നത്. ഒടുവിൽ ദൂരെ ആഫ്രിക്കൻ തീരം കണ്ടു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഉച്ചത്തിലിടിക്കാൻ തുടങ്ങി. കെനിയയിലെ മൊംബാസ തുറമുഖത്താണ് കപ്പലെടുത്തത്. കപ്പലിൽ നിന്നിറങ്ങി ആഫ്രിക്കൻ മണ്ണിൽ ആദ്യമായി കാലുകുത്തിയപ്പോൾ അവനൊരു പുതിയ ലോകത്തെത്തിയതുപോലെയാണ് തോന്നിയത്. ഇന്ത്യയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അന്തരീക്ഷം. വല്ലാത്തൊരു ചൂട്, വായുവിലൊരു പ്രത്യേക ഗന്ധം, ചെവിയിൽ വണ്ണടിക്കുന്ന സ്വാഹിലി ഭാഷയിലുള്ള സംസാരങ്ങൾ, ആളുകളുടെ ശരീരത്തിൻ്റെ നിറം, മുടിയുടെ ഘടന, വസ്ത്രധാരണ രീതി എല്ലാം പുതിയ കാഴ്ചകളായിരുന്നു. വെളുത്ത യൂറോപ്യന്മാരായ മുതലാളിമാരും അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന കറുത്ത വർഗക്കാരായ ആഫ്രിക്കക്കാരും കച്ചവടം നടത്തുന്ന ഇന്ത്യക്കാരും ഇടകലർന്ന ഒരു വിചിത്രമായ സമൂഹം. കോളനി ഭരണം ആഫ്രിക്കൻ ജനതയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അവൻ നേരിൽ കാണുകയായിരുന്നു. മുംബാസയിലെ പട്ടണത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ യാത്ര കിഴക്കൻ ആഫ്രിക്കയുടെ ഉള്ളറകളിലേക്കായിരുന്നു. ട്രെയിനിലും പഴയ ലോറികളിലും ചിലപ്പോൾ കാൽനടയായും അദ്ദേഹം സഞ്ചരിച്ചു. നഗരങ്ങൾ പിന്നിട്ട് ഗ്രാമങ്ങളിലേക്കും പിന്നീട് കാടുകളിലേക്കും കടക്കുന്തോറും പുറം ലോകത്തിൻ്റെ അടയാളങ്ങൾ കുറഞ്ഞുവന്നു. വഴിയരികിൽ അദ്ദേഹം ജിറാഫുകളെയും സീബ്രകളെയും കൂട്ടമായി മെയ്യുന്നത് കണ്ടു. അത് അദ്ദേഹത്തിന്
സിനിമയിലോ മൃഗശാലയിലോ കാണുന്ന ഒരു കാഴ്ചയായിരുന്നില്ല, മറിച്ച് തൻ്റെ തൊട്ടുമുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു. രാത്രികാലങ്ങളിൽ ദൂരെ നിന്നും കേൾക്കുന്ന സിംഹത്തിൻ്റെ അലർച്ചയും ചെന്നായ്ക്കളുടെ ഊരിയിടലും അദ്ദേഹത്തെ ഭയപ്പെടുത്തിയെങ്കിലും അതിലുപരി അതൊരു പുതിയ അനുഭവമായി അദ്ദേഹം ആസ്വദിച്ചു. ഉറങ്ങാൻ കിടക്കുമ്പോൾ താനിപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം കോഴിക്കോട്ടെ തൻ്റെ വീട്ടിൽ നിന്നും എത്രയോ ദൂരെയാണെന്നോർത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ചിലപ്പോൾ കൊതുകുകളുടെയും പ്രാണികളുടെയും ശല്യം സഹിക്കവയ്യാതെ ഉറക്കമില്ലാത്ത രാത്രികളുമുണ്ടായിരുന്നു. ഓർത്തുനോക്കൂ, ഇന്നത്തെപ്പോലെ കീടനാശിനികളോ എയർ കണ്ടീഷൻ ചെയ്ത മുറികളോ ഇല്ലാത്തൊരു കാലം. ചീങ്കണ്ണികൾ നിറഞ്ഞ പുഴയുടെ കരയിലൊരുക്കിയ ഒരു ടെന്റിലായിരിക്കും ഒരുപക്ഷെ അന്നത്തെ രാത്രിയിലെ ഉറക്കം. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഏറ്റവും സാഹസികമായ ഘട്ടം തുടങ്ങുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലേക്ക് കടന്നപ്പോഴാണ്. അക്കാലത്ത് പുറംലോകവുമായി അധികം ബന്ധമില്ലാതിരുന്ന ഗോത്രവർഗക്കാരുടെ ഗ്രാമങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. വെളുത്ത മനുഷ്യനെന്നാൽ തങ്ങളെ അടക്കി ഭരിക്കുന്ന യജമാനൻ എന്നൊരു ചിത്രം മാത്രമാണ് ആ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടുതന്നെ ഇന്ത്യക്കാരനായ പൊറ്റക്കാടിനെ കണ്ടപ്പോൾ അവർക്ക് കൗതുകവും ഒപ്പം അവിശ്വാസവും തോന്നി. അവരുടെ ഭാഷ അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ഭാഷ അവർക്കും അറിയില്ല. ആംഗ്യങ്ങളിലൂടെയും ഇടയ്ക്ക് പരിഭാഷകനായി കിട്ടുന്ന ആളുകളിലൂടെയുമാണ് അദ്ദേഹം അവരുമായി സംസാരിച്ചത്. അദ്ദേഹം അവരുടെ ഗ്രാമങ്ങളിൽ ചെന്നു, അവരുടെ കുടിലുകളിൽ താമസിച്ചു, അവർ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു. ചാണകവും മണ്ണും കുഴച്ചുണ്ടാക്കിയ ചുമരുകളുള്ള പുല്ലുമേഞ്ഞ ചെറിയ കുടിലുകളായിരുന്നു അവരുടേത്. രാത്രിയാവുമ്പോൾ ആ ഗ്രാമങ്ങളിൽ തീ കൂട്ടി അതിനു ചുറ്റുമിരുന്ന് അവർ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യും. ആഫ്രിക്കൻ ഡ്രമ്മുകളുടെ ശബ്ദം രാത്രിയുടെ നിശബ്ദതയിൽ കാടിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സന്ദേശം പോലെ അദ്ദേഹത്തിന് തോന്നി. ആ താളത്തിന് ഒരു പ്രത്യേക ശക്തിയുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഭയവും ഒപ്പം ഒരുതരം ആവേശവും മനസ്സിൽ നിറയും. നരഭോജികൾ എന്ന് കേട്ടുകേൾവിയുള്ള ഗോത്രങ്ങളുടെ ഇടയിലേക്ക് പോകാനും അദ്ദേഹം മടിച്ചില്ല. കിക്കുയു പോലെയുള്ള ഗോത്രങ്ങളെക്കുറിച്ച് യൂറോപ്യന്മാർക്കിടയിൽ ഭീകരമായ കഥകളാണ് പ്രചരിച്ചിരുന്നത്. എന്നാൽ പൊറ്റക്കാട് കണ്ടത് തികച്ചും വ്യത്യസ്തരായ ഒരു ജനതയെയായിരുന്നു. തങ്ങളുടെ പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും ഉറച്ചു ജീവിച്ച, കൃഷി ചെയ്തും മൃഗങ്ങളെ വളർത്തിയും ഉപജീവനം കഴിക്കുന്ന സാധാരണ മനുഷ്യർ. അവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചില ആചാരങ്ങളെ യൂറോപ്യന്മാർ തെറ്റിദ്ധരിച്ച് നരഭോജനമായി ചിത്രീകരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇവരുടെ പൂർവികർ ശരിക്കും നരഭോജികളായിരുന്നോ എന്ന കാര്യത്തിൽ മനഃശാസ്ത്രജ്ഞർക്കിടയിൽ ഇന്നും ഭിന്നാഭിപ്രായമുണ്ട്. ഒരുപക്ഷെ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ ശത്രുവിനോടുള്ള അടങ്ങാത്ത പക തീർക്കാൻ ചെയ്തിരുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ യൂറോപ്യന്മാർ പെരുപ്പിച്ചു കാണിച്ചതായിരിക്കാം. എന്തായാലും പൊറ്റക്കാട് എന്ന സഞ്ചാരിയെ അവർ ഉപദ്രവിച്ചില്ല, മറിച്ച് ഒരതിഥിയായി സ്വീകരിച്ചു. അവരുടെ വിശ്വാസങ്ങളെയും ജീവിതരീതികളെയും അദ്ദേഹം ബഹുമാനത്തോടെ നിരീക്ഷിച്ചു. അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഭാഷയിലെ പാട്ടുകൾ കേട്ടു, അവരുടെ കുട്ടികളോടൊപ്പം കളിച്ചു. പുറം ലോകം ഭയത്തോടെ കണ്ടിരുന്ന ആ മനുഷ്യരുടെ ഉള്ളിലെ നന്മയും നിഷ്കളങ്കതയും അദ്ദേഹം തൊട്ടറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ യാത്രയിലെ മറ്റൊരു വിചിത്രമായ അനുഭവം പിഗ്മി ഗോത്രവർഗക്കാരെ കണ്ടുമുട്ടിയതായിരുന്നു. കോങ്കോ കാടുകളുടെ ഉള്ളറകളിൽ ജീവിക്കുന്ന ശരാശരി 4 അടി മാത്രം ഉയരമുള്ള ഈ മനുഷ്യരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരത്ഭുത ലോകത്തെത്തിയതുപോലെ തോന്നി. കാടിനെ ആശ്രയിച്ചു മാത്രം ജീവിക്കുന്നവരായിരുന്നു അവർ. അമ്പും വില്ലും ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടിയും കാട്ടിൽ നിന്നും കിഴങ്ങുകളും പഴങ്ങളും ശേഖരിച്ചുമാണ് അവർ ജീവിച്ചിരുന്നത്. ആധുനിക ലോകത്തിൻ്റെ ഒരടയാളം പോലും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. പണമെന്താണെന്നോ വലിയ കെട്ടിടങ്ങൾ എന്താണെന്നോ തീവണ്ടി എന്താണെന്നോ അവർക്കറിയില്ലായിരുന്നു. കാടിനെ അവർ അമ്മയെപ്പോലെ സ്നേഹിച്ചു, കാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചു. പൊറ്റേക്കാടിനെ കണ്ടപ്പോൾ അവർക്കും വലിയ കൗതുകമായിരുന്നു. ഇത്രയും ഉയരമുള്ള ഒരു മനുഷ്യനെ ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരിക്കും. അദ്ദേഹം അവർക്ക് മിഠായികളും ചെറിയ സമ്മാനങ്ങളും നൽകി. അവരുടെ നിഷ്കളങ്കമായ ചിരിയും പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാതെ നിന്നു. ഈ യാത്രയിലുടനീളം അദ്ദേഹം ഒരു ഡയറി സൂക്ഷിച്ചിരുന്നു. താൻ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കഥകളും തൻ്റെ ചിന്തകളും അദ്ദേഹം അതിൽ കുറിച്ചുവെച്ചു. ആ ഡയറി കുറിപ്പുകളാണ് പിന്നീട് കാപ്പിരികളുടെ നാട്ടിൽ സിംഹഭൂമി തുടങ്ങിയ വിഖ്യാതമായ യാത്രാവിവരണങ്ങളായി മാറിയത്. മലയാളികൾക്ക് ആഫ്രിക്കയെ അടുത്തു പരിചയപ്പെടുത്തിയത് ഈ പുസ്തകങ്ങളായിരുന്നു.
അതുവരെ സിനിമാ കഥകളിലെ വില്ലന്മാരായി മാത്രം കണ്ടിരുന്ന ആഫ്രിക്കക്കാരെ അവരുടെ ജീവിതവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു സാധാരണ മനുഷ്യരായി മലയാളിക്ക് കാണിച്ചു കൊടുത്തത് എസ്.കെ. പൊറ്റക്കാടാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. താൻ കണ്ട കാഴ്ചകളെ വെറുതെ വർണ്ണിക്കുകയായിരുന്നില്ല അദ്ദേഹം, മറിച്ച് ആ നാടിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ മനുഷ്യരുടെ കൂടെ ജീവിച്ച് അവരുടെ സുഖവും ദുഃഖവും മനസ്സിലാക്കി അത് തൻ്റെ സ്വന്തം അനുഭവമായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരങ്ങൾ വായിക്കുമ്പോൾ നമ്മളും അദ്ദേഹത്തോടൊപ്പം ആ കാടുകളിലൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്നത്. കാശ്മീരിലെ സൗന്ദര്യം കണ്ട അതേ കണ്ണുകൾ കൊണ്ട് ആഫ്രിക്കയുടെ വന്യതയെയും അദ്ദേഹം ഒപ്പിയെടുത്തു. ആ അനുഭവങ്ങൾ മലയാള സാഹിത്യത്തിന് ലഭിച്ച അമൂല്യമായ നിധികളായി മാറി. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഡ്രമ്മുകളുടെ ശബ്ദവും പിഗ്മികളുടെ നിഷ്കളങ്കമായ ചിരിയും മനസ്സിൽ നിന്നും മായും മുൻപേ എസ്.കെ. പൊറ്റക്കാട് തൻ്റെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കിഴക്കൻ ആഫ്രിക്കയുടെ പച്ചപ്പിൽ നിന്നും അദ്ദേഹം വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. ഭൂപ്രകൃതി പതിയെ മാറുന്നത് അദ്ദേഹം കണ്ടു. മരങ്ങൾ കുറഞ്ഞു വന്നു, പുൽമേടുകൾ അപ്രത്യക്ഷമായി. പകരം എങ്ങോട്ട് നോക്കിയാലും മണൽ മാത്രം കാണുന്ന ഒരു പുതിയ ലോകം. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറയുടെ കിഴക്കേ അറ്റം. ചുട്ടുപൊള്ളുന്ന സൂര്യനും മണൽക്കാറ്റും. ഇവിടെ എങ്ങനെ മനുഷ്യർ ജീവിക്കുന്നുവെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ദിവസങ്ങളോളം നീണ്ട ദുഷ്കരമായ യാത്ര. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കച്ചവട സംഘത്തിൻ്റെ കൂടെ ഒട്ടകപ്പുറത്തായിരിക്കാം ആ യാത്രയുടെ ഒരു ഭാഗം. അങ്ങനെ വരണ്ടുണങ്ങിയ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹം ദൂരെ ഒരു നേർത്ത പച്ചപ്പ് കാണുന്നത്. അടുത്തേക്ക് ചെല്ലുന്തോറും ആ പച്ചപ്പ് വലുതായി വന്നു. അതൊരു വലിയ നദിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ലോകത്തിൻ്റെ ജീവരക്തം എന്ന് വിളിക്കപ്പെടുന്ന നൈൽ നദി. മരുഭൂമിയുടെ നടുവിലൂടെ ഒരു മരതകമാല പോലെ ഒഴുകിപ്പോകുന്ന ആ കാഴ്ച അദ്ദേഹത്തിനൊരു അത്ഭുതമായിരുന്നു. ആഫ്രിക്കൻ കാടുകളിലെ പുഴകളിൽ അദ്ദേഹം കണ്ടത് വന്യതയും അപകടങ്ങളുമായിരുന്നെങ്കിൽ നൈൽ നദി ശാന്തയായിരുന്നു, അമ്മയെപ്പോലെ. ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു വലിയ സംസ്കാരത്തെ മുഴുവൻ പോറ്റി വളർത്തുന്നത് ഈ നദിയാണെന്നോർത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബഹുമാനം തോന്നി. അദ്ദേഹം ആ നദിക്കരയിലിരുന്ന് അതിലെ ഓളങ്ങളെ നോക്കി. എത്രയെത്ര കഥകൾ പറയാനുണ്ടാകും ഈ നദിക്ക്. എത്രയെത്ര ഫറവോമാരുടെ കാലങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. ആ നദിയുടെ കരയിലൂടെ അദ്ദേഹത്തിൻ്റെ യാത്ര ഒടുവിലെത്തിച്ചേർന്നത് കെയ്റോ എന്ന മഹാനഗരത്തിലാണ്. 1000 മിനാരങ്ങളുടെ നഗരം. മുംബൈയിലെ തിരക്ക് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നെങ്കിൽ കെയ്റോ അദ്ദേഹത്തെ സ്തബ്ധനാക്കി കളഞ്ഞു. അതൊരു പുതിയ തരം തിരക്കായിരുന്നു. പുരാതനമായ കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും ഇടകലർന്ന വഴികൾ. ഒട്ടകങ്ങളും കഴുതകളും കാറുകളും ഒരേ റോഡിലൂടെ പോകുന്നു. വഴിയോരത്ത് സുഗന്ധദ്രവ്യങ്ങളും ഈന്തപ്പഴങ്ങളും പരവതാനികളും വിൽക്കുന്ന കച്ചവടക്കാർ. അവരുടെ ഉച്ചത്തിലുള്ള വിളിച്ചുപറച്ചിലുകൾ. ഇടയ്ക്കിടെ പള്ളികളിലെ മിനാരങ്ങളിൽ നിന്നും ഉയരുന്ന ബാങ്ക് വിളിയുടെ ശബ്ദം. വായുവിൽ ഷീഷയുടെ മധുരമുള്ള പുകയും ഭക്ഷണശാലകളിൽ നിന്നും വരുന്ന പലതരം മസാലകളുടെ ഗന്ധവും നിറഞ്ഞിരുന്നു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു നഗരം കൺമുന്നിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നത് അദ്ദേഹം കാണുകയായിരുന്നു. കെയ്റോയിലെ തെരുവുകളിലൂടെ അലയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ കുട്ടിക്കാലത്ത് വായിച്ചറിഞ്ഞ പിരമിഡുകളെക്കുറിച്ചായിരുന്നു. മനുഷ്യൻ നിർമ്മിച്ച അത്ഭുതങ്ങളിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്ന ആ ഭീമാകാരമായ കല്ലറകൾ. കെയ്റോ നഗരത്തിൽ നിന്നും അല്പം ദൂരെ ഗിസ എന്ന സ്ഥലത്താണ് ആ പിരമിഡുകൾ നിൽക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. പുസ്തകങ്ങളിലെ ചിത്രങ്ങളിൽ മാത്രം കണ്ട ആ അത്ഭുതം നേരിൽ കാണാൻ പോവുകയാണ്. ദൂരെ മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ 3 ത്രികോണങ്ങൾ പോലെ പിരമിഡുകൾ ആദ്യം കണ്ടപ്പോൾ അദ്ദേഹത്തിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ കൺമുന്നിൽ നിൽക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമാണ്. ഒരുപക്ഷെ മോശയുടെയും യേശുക്രിസ്തുവിൻ്റെയും കാലത്തിനും എത്രയോ മുൻപ് നിർമ്മിക്കപ്പെട്ടവ. പിരമിഡുകളുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം ശരിക്കും ചെറുതായി പോയതുപോലെ തോന്നി. അതിൻ്റെ വലിപ്പം ചിത്രങ്ങളിലോ വിവരണങ്ങളിലോ മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ കല്ലിനും ഒരു ആനയുടെ വലിപ്പമുണ്ട്. ലക്ഷക്കണക്കിന് അത്തരം കല്ലുകൾ ഒന്നിനു മുകളിലൊന്നായി അടുക്കി ആകാശത്തേക്കൊരു ചൂണ്ടുവിരൽ പോലെ നിൽക്കുന്നു. എന്തിനായിരുന്നു അവർ ഇത്രയും വലിയൊരു സ്മാരകം നിർമ്മിച്ചത്? കേവലം ഒരു രാജാവിനെ അടക്കം ചെയ്യാൻ വേണ്ടി മാത്രമോ? അതോ പ്രപഞ്ചരഹസ്യങ്ങളുമായി അതിന് വല്ല ബന്ധവുമുണ്ടോ? അദ്ദേഹം ആ പിരമിഡിൻ്റെ കല്ലുകളിൽ തൊട്ടുനോക്കി.
ആയിരക്കണക്കിന് വർഷങ്ങളിലെ വെയിലും മഞ്ഞും കാറ്റുമേറ്റിട്ടോ ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്ന ആ കല്ലുകൾക്ക് എന്തെല്ലാം രഹസ്യങ്ങൾ സൂക്ഷിക്കാനുണ്ടാകും. തൊട്ടടുത്ത് തന്നെ ഒരു സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള സ്ഫിങ്സിൻ്റെ ഭീമാകാരമായ രൂപം കാലം അതിൻ്റെ മുഖത്ത് ഒരുപാട് ചുളിവുകൾ വീഴ്ത്തിയിരിക്കുന്നു. മൂക്കിൻ്റെ ഒരു ഭാഗം അടർന്നുപോയിരിക്കുന്നു. എങ്കിലും ആ കണ്ണുകൾ എന്തോ രഹസ്യം സൂക്ഷിക്കുന്നതുപോലെ ദൂരേക്ക് നോക്കിയിരിക്കുന്നു. ആരാണീ സ്ഫിങ്സ്? എന്തിനാണിത് പിരമിഡുകൾക്ക് കാവലായി നിലകൊള്ളുന്നത്? ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയായിരുന്നു പുറ്റയ്ക്കാട് എന്ന സഞ്ചാരിയുടെ മനസ്സ്. പിരമിഡുകളുടെ പുറംകാഴ്ചകൾ മാത്രമല്ല, അതിൻ്റെ ഉള്ളറകളിലേക്കും അദ്ദേഹം കടന്നുചെന്നു. ഇടുങ്ങിയ ശ്വാസമുട്ടിക്കുന്ന വഴികളിലൂടെ നൂറുകണക്കിനടികൾ താഴേക്ക്. വായുവിൽ പഴകിയ പൊടിയുടെയും കാലത്തിൻ്റെയും ഒരു പ്രത്യേക ഗന്ധം. ഇരുവശത്തുമുള്ള ചുമരുകളിൽ കൊത്തിവച്ചിരിക്കുന്ന ചിത്രങ്ങളും ഹൈറോഗ്ലിഫിക്സ് എന്ന പുരാതന ലിപിയിലുള്ള എഴുത്തുകളും. ആ ചിത്രങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഒരു മങ്ങൽ പോലും ഏറ്റിട്ടില്ല. ഫറവോമാരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ, ദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയുടെ പടികൾ എല്ലാം ആ ചുമരുകളിൽ ഒരു കഥ പോലെ കൊത്തിവച്ചിരിക്കുന്നു. ഒടുവിൽ ആ യാത്ര ചെന്നെത്തുന്നത് ശൂന്യമായ ഒരു ശവക്കല്ലറയിലാണ്. എന്നോ കൊള്ളയടിക്കപ്പെട്ട ആ മുറിയിൽ നിശബ്ദത മാത്രം തളം കെട്ടി നിന്നു. ഒരു നിമിഷം അദ്ദേഹം കണ്ണുകൾ അടച്ചു നിന്നു. താനിപ്പോൾ നിൽക്കുന്നത് ചരിത്രത്തിൻ്റെ ഗർഭപാത്രത്തിലാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പുറത്തെ ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത, സമയം പോലും നിശ്ചലമായി പോയ ഒരിടം. പിരമിഡുകൾ എങ്ങനെ നിർമ്മിച്ചു എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. അന്യഗ്രഹ ജീവികൾ സഹായിച്ചതാണോ, അതോ അക്കാലത്ത് അവിശ്വസനീയമായ ഏതെങ്കിലും സാങ്കേതികവിദ്യ മനുഷ്യരുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇന്നും വ്യക്തമായ ഒരു ഉത്തരമില്ല. ഗിസയിലെ പിരമിഡുകൾ മാത്രമല്ല, ഈജിപ്തിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മറ്റു പലയിടങ്ങളിലേക്കും പൊറ്റക്കാട് യാത്ര ചെയ്തു. നൈൽ നദിയിലൂടെ ഒരു ഫെലൂക്ക എന്ന പായ്വഞ്ചിയിൽ അദ്ദേഹം തെക്കോട്ട് സഞ്ചരിച്ചു, ലെക്സറിലേക്കും കർണാക്കിലേക്കും. അവിടെ കണ്ട ക്ഷേത്രങ്ങളുടെ വലിപ്പം അദ്ദേഹത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തി. നൂറുകണക്കിന് തൂണുകളുള്ള വലിയ ഹാളുകൾ, ഓരോ തൂണിലും കൊത്തിവച്ചിരിക്കുന്ന കഥകൾ. സൂര്യരശ്മി ആ തൂണുകൾക്കിടയിലൂടെ അരിച്ചെത്തുമ്പോൾ ഒരു മായാലോകത്തെത്തിയതുപോലെ തോന്നും. ഫറവോമാരുടെ കാലത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ഭീമാകാരമായ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ അവർക്കെന്ത് തോന്നിയിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. തങ്ങൾ എത്ര നിസ്സാരന്മാരാണെന്നും ഫറവോ ദൈവത്തിന് തുല്യനാണെന്നും അവരെ ബോധ്യപ്പെടുത്താനുള്ളൊരു മാർഗം കൂടിയായിരുന്നിരിക്കാം ഈ ഭീമാകാരമായ നിർമ്മിതികൾ. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം രാജാക്കന്മാരുടെ താഴ്വരയായിരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു സാധാരണ മലഞ്ചെരിവ്. എന്നാൽ ആ മലകളെ തുരന്ന് ഉള്ളിലാണ് പുതിയ സാമ്രാജ്യത്തിലെ ഫറവോമാർ തങ്ങളുടെ ശവകുടീരങ്ങൾ ഒരുക്കിയിരുന്നത്. പിരമിഡുകൾ പോലെ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് കൊള്ളയടിക്കാൻ സാധിക്കാത്ത രീതിയിൽ അതീവ രഹസ്യമായിട്ടായിരുന്നു അവയുടെ നിർമ്മാണം. ഓരോ ശവകുടീരത്തിലേക്കുമുള്ള വഴി ഒരു തുരങ്കം പോലെയാണ്. അതിൻ്റെ ചുമരുകൾ നിറയെ വർണ്ണചിത്രങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ചായക്കൂട്ടുകൾക്ക് ഒരു മങ്ങൽ പോലും സംഭവിച്ചിട്ടില്ല. ഈ താഴ്വരയിലാണ് ലോകത്തെ ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തലായ തുത്തൻഖാമൻ എന്ന യുവഫറവോയുടെ ശവകുടീരം ഹൊവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകൻ കണ്ടെത്തിയത്. പൊറ്റക്കാട് സന്ദർശിക്കുന്ന സമയത്ത് ആ കണ്ടെത്തൽ നടന്നിട്ട് അധികം വർഷങ്ങളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലെ നിധികൾ കെയ്റോ മ്യൂസിയത്തിൽ പ്രദർശനത്തിനുണ്ടായിരുന്നു. ആ നിധികൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. സ്വർണം കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടികൾ, സ്വർണ്ണമുഖം മൂടി, രഥങ്ങൾ, ആഭരണങ്ങൾ, കസേരകൾ, എന്തിന് ആ ഫറവോ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ വരെ. ഒരു ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ടാണ് അവരെ അടക്കം ചെയ്തിരുന്നത്. മരണാനന്തരവും ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ ഈ വസ്തുക്കളെല്ലാം അവർക്ക് ആവശ്യപ്പെടുമെന്നുമുള്ള അടങ്ങാത്ത വിശ്വാസമായിരുന്നു അതിനു പിന്നിൽ. കെയ്റോ മ്യൂസിയത്തിൽ വെച്ച് അദ്ദേഹം ആദ്യമായി ഒരു മമ്മിയെ നേരിൽ കണ്ടു. 5000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ശരീരം കേടുകൂടാതെ ഒരു നേരിയ ചില്ലുപാഴിക്കപ്പുറം കൺമുന്നിൽ. മുഖത്തെ ചുളിവുകളും തലമുടിയിഴകളും
കൈവിരലുകളിലെ നഖങ്ങളും വരെ വ്യക്തമായി കാണാം. ആ കാഴ്ച അദ്ദേഹത്തിന് ഒരേ സമയം കൗതുകവും നേരിയ ഭയവും ഉളവാക്കി. മരണത്തെ തോൽപ്പിക്കാൻ പുരാതന ഈജിപ്തുകാർ നടത്തിയ ശ്രമങ്ങളുടെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. ശരീരത്തിൽ നിന്നും ആന്തരിക അവയവങ്ങളെല്ലാം മാറ്റി തലച്ചോറ് മൂക്കിലൂടെ കൊളുത്തുകളിട്ട് പുറത്തെടുത്ത് ശരീരത്തിൽ പ്രത്യേക ലേപനങ്ങൾ പുരട്ടി ലിനൻ തുണിയിൽ പൊതിഞ്ഞാണ് അവർ മമ്മികളുണ്ടാക്കിയിരുന്നത്. ആ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കെ അദ്ദേഹം ഓർത്തു, ഈ മനുഷ്യനും ഒരു കാലത്ത് നമ്മളെപ്പോലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. നൈൽ നദിക്കരയിൽ കൃഷി ചെയ്യുകയോ പിരമിഡ് പണിയുന്ന കൽപ്പണിക്കാരനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ ആയിരുന്നിരിക്കാം. കാലം എത്ര വിചിത്രമായാണ് ഓരോന്നിനെയും മാറ്റിമറിക്കുന്നത്. നൈൽ നദിയുടെ തീരങ്ങളിൽ കണ്ട ഈ പുരാതന അത്ഭുതങ്ങൾക്കിടയിലും അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഫറവോമാരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ രീതിയിലുള്ള കലപ്പകൾ ഉപയോഗിച്ച് നിലമുഴുന്ന കർഷകർ, നദിയിൽ നിന്നും വെള്ളം കോരുന്ന പഴയ രീതികൾ. പുറത്തു ലോകം ഒരുപാട് മാറിയിട്ടും നൈൽ നദിയുടെ മക്കൾ വലിയ മാറ്റങ്ങളില്ലാതെ ജീവിക്കുന്നത് അദ്ദേഹം കണ്ടു. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഗോത്രജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ലോകമായിരുന്നു ഇത്. ഒന്ന് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ, മറ്റൊന്ന് ചരിത്രത്തിൻ്റെ ഭാരം പേറി ജീവിക്കുന്ന മനുഷ്യർ. ഈ രണ്ട് ലോകങ്ങളെയും അടുത്തെറിഞ്ഞപ്പോൾ മനുഷ്യനെന്ന പ്രതിഭാസം എത്രമാത്രം സങ്കീർണവും വൈവിധ്യം നിറഞ്ഞതുമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. നൈൽ നദിയുടെ തീരങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങൾക്ക് പുതിയൊരു മാനം നൽകി. അത് കേവലം കാഴ്ചകളുടെ വർണ്ണനകൾക്കപ്പുറം സംസ്കാരങ്ങളെയും ചരിത്രത്തെയും മനുഷ്യൻ്റെ അടങ്ങാത്ത അതിജീവന തൃഷ്ണയെയും കുറിച്ചുള്ള ചിന്തകളായി മാറി. നൈൽ നദിയുടെ തീരങ്ങളിൽ കണ്ട ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ശവകുടീരങ്ങളുടെ ഓർമ്മകളുമായി നമ്മുടെ സഞ്ചാരി മെഡിറ്ററേനിയൻ കടൽ കടന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആഫ്രിക്കയുടെയും ഈജിപ്തിൻ്റെയും മണ്ണിൽ അദ്ദേഹം കണ്ടത് കാലം മായ്ക്കാൻ ശ്രമിച്ചിട്ടും മായാതെ കിടക്കുന്ന പുരാതനമായ അടയാളങ്ങളായിരുന്നു. എന്നാൽ യൂറോപ്പിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു. അവിടെയും തകർന്ന കെട്ടിടങ്ങളും വേദനിക്കുന്ന മനുഷ്യരുമുണ്ടായിരുന്നു. പക്ഷേ ആ മുറിവുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നില്ല. മറിച്ച് ഏതാനും വർഷങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെ മാത്രം പഴക്കമുള്ള ഉണങ്ങാത്ത പച്ചയായ മുറിവുകളായിരുന്നു അവ. രണ്ടാം ലോകമഹായുദ്ധമെന്ന മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം അവസാനിച്ചിട്ട് അധികം കാലമായിട്ടില്ല. ആ യുദ്ധം ബാക്കിവെച്ചുപോയ യൂറോപ്പിൻ്റെ പ്രേതനഗരങ്ങളിലേക്കാണ് എസ്.കെ. പൊറ്റക്കാടെന്ന മലയാളി സഞ്ചാരി ചെന്നിറങ്ങുന്നത്. ഇറ്റലിയിലെ ഏതെങ്കിലും ഒരു തുറമുഖ നഗരത്തിലായിരിക്കാം അദ്ദേഹം ആദ്യം കപ്പലിറങ്ങിയത്. റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢഗംഭീരമായ ചരിത്രകഥകൾ കേട്ട് കൊളോസിയവും പുരാതനമായ കെട്ടിടങ്ങളും കാണാൻ കൊതിച്ചെത്തിയ അദ്ദേഹത്തെ വരവേറ്റത് ബോംബിട്ട് തകർന്ന പള്ളികളും വെടിയുണ്ടകൾ തുളച്ച ചുമരുകളുള്ള വീടുകളും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന കോൺക്രീറ്റ് കൂമ്പാരങ്ങളുമായിരുന്നു. ഈജിപ്തിലെ പുരാതനമായ അവശിഷ്ടങ്ങൾക്ക് ഒരുതരം സൗന്ദര്യമുണ്ടായിരുന്നു, ചരിത്രത്തിൻ്റെ ഒരു ഭാരമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കണ്ട കാഴ്ചകൾക്ക് സൗന്ദര്യമായിരുന്നില്ല, ഭീകരതയായിരുന്നു. മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്ത ക്രൂരതയുടെ ഏറ്റവും പുതിയ സ്മാരകങ്ങൾ. വഴിയോരങ്ങളിൽ കണ്ട മനുഷ്യരുടെ മുഖത്തും ആ തകർച്ച പ്രകടമായിരുന്നു. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ക്ഷീണവും നിരാശയുമായിരുന്നു നിഴലിച്ചിരുന്നത്. ആഫ്രിക്കയിലെയും ഈജിപ്തിലെയും തെരുവുകളിൽ കണ്ടിരുന്ന ബഹളങ്ങളോ ആരവങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല. പകരം വലിയ കെട്ടിടങ്ങൾക്കിടയിൽ ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. അങ്ങനെ അദ്ദേഹം യൂറോപ്പിലൂടെ യാത്ര തുടങ്ങി. ട്രെയിനിലും ബസ്സിലുമായിരുന്നു യാത്രകൾ. ഓരോ നഗരം പിന്നിടുമ്പോഴും കാഴ്ചകൾക്ക് വലിയ മാറ്റമുണ്ടായിരുന്നില്ല. യുദ്ധം ഒരുപോലെ എല്ലാ നഗരങ്ങളിലും അതിൻ്റെ കറുത്ത കയ്യൊപ്പ് ചാർത്തിയിരുന്നു. ഒരു കാലത്ത് യൂറോപ്പിൻ്റെ സാംസ്കാരിക തലസ്ഥാനങ്ങളായിരുന്ന നഗരങ്ങൾ പോലും ഭാഗികമായി തകർക്കപ്പെട്ടിരിക്കുന്നു. ഭക്ഷണത്തിന് ക്ഷാമമുണ്ടായിരുന്നു. റേഷൻ കടകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ കാണാമായിരുന്നു. കരിഞ്ചന്ത സജീവമായിരുന്നു. ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി ആളുകൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈമാറുന്നത് അദ്ദേഹം കണ്ടു. യുദ്ധത്തിൽ ഭർത്താക്കന്മാരെയും മക്കളെയും നഷ്ടപ്പെട്ട സ്ത്രീകൾ
ചെറിയ ജോലികൾ ചെയ്ത് കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുകയായിരുന്നു. അവരുടെ മുഖത്തെ അതിജീവനത്തിനായുള്ള പോരാട്ടം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. യുദ്ധം തകർത്തെറിഞ്ഞത് കെട്ടിടങ്ങളെ മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളെയും സ്വപ്നങ്ങളെയുമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ഈ ദുരിതങ്ങൾക്കിടയിലും അദ്ദേഹം ചില വിചിത്രമായ കാഴ്ചകൾ കണ്ടു. തകർന്ന വീടുകളുടെ ഇഷ്ടികകൾ പെറുക്കിയെടുത്ത് പുതിയ വീടുകൾക്ക് തറകെട്ടുന്ന മനുഷ്യർ. പട്ടാളക്കാർ ഉപേക്ഷിച്ചു പോയ ഹെൽമറ്റുകൾ അവർ അടുക്കളയിൽ പാത്രങ്ങളായി ഉപയോഗിക്കുന്നു. ബോംബ് വീണുണ്ടായ വലിയ കുഴികളിൽ മഴവെള്ളം നിറഞ്ഞപ്പോൾ കുട്ടികൾ അതിൽ നീന്തി കളിക്കുന്നു. മനുഷ്യൻ്റെ അതിജീവനത്തിനുള്ള കഴിവ് എത്ര വലുതാണെന്ന ആ കാഴ്ചകൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഏതു തരം ദുരന്തത്തിനിടയിലും ജീവിതം മുന്നോട്ടു പോകുമെന്നതിൻ്റെ ചെറിയ ചെറിയ തെളിവുകൾ. ചില സാമൂഹിക നിരീക്ഷകർ ഇന്നും അത്ഭുതപ്പെടാറുണ്ട്. ഇത്രയും വലിയൊരു തകർച്ചയിൽ നിന്നും എങ്ങനെയാണ് യൂറോപ്യൻ സമൂഹം ഇത്ര പെട്ടെന്ന് മാനസികമായി കരകയറിയതെന്ന്. ഒരുപക്ഷേ ആ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തിയതിലൂടെ ആയിരിക്കാം അവർ ജീവിതത്തിലേക്ക് തിരികെ നടന്നത്. പൊറ്റക്കാട് എന്ന എഴുത്തുകാരൻ ആ കാഴ്ചകൾ തൻ്റെ ഡയറിയിൽ കുറിച്ചുവയ്ക്കുകയായിരുന്നു. വെറും യാത്രാവിവരണം എന്നതിലുപരി അത് മനുഷ്യൻ്റെ ആത്മശക്തിയുടെ ഒരു രേഖപ്പെടുത്തൽ കൂടിയായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു അധ്യായം ഒരുപക്ഷേ ജർമ്മനിയിലൂടെ കടന്നുപോയപ്പോഴായിരിക്കാം. ഹിറ്റ്ലറുടെ ഭ്രാന്തമായ സ്വപ്നങ്ങൾ ഒരു ജനതയെ എവിടെ കൊണ്ടെത്തിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു അവിടുത്തെ ഓരോ നഗരവും, പ്രത്യേകിച്ച് ബെർലിൻ. യുദ്ധം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു നഗരം പോലെയായിരുന്നു അത്. വിജയിച്ച സഖ്യകക്ഷികളിലെ സൈനികർ നഗരത്തെ 4 വിഭജിച്ചു ഭരിക്കുന്നു. ഒരിടത്ത് അമേരിക്കൻ പട്ടാളക്കാർ, തൊട്ടപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ്റെ ചെങ്കൊടി പാറുന്നു. മറ്റൊരിടത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. ഒരേ നഗരത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പോകണമെങ്കിൽ പല രാജ്യങ്ങളുടെ അതിർത്തി കടന്നു പോകുന്നത് പോലെയായിരുന്നു അവസ്ഥ. എവിടെയും പട്ടാളക്കാരുടെ ചെക്ക് പോസ്റ്റുകൾ, പരിശോധനകൾ. തകർന്നടിഞ്ഞ പാർലമെന്റ് മന്ദിരമായ റീച്ച് ടാഗിന് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഓർത്തു, ഇവിടെ നിന്നാണ് ഒരു ലോകം മുഴുവൻ കത്തിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ പുറത്തുവന്നത്. ഇന്ന് ആ കെട്ടിടം അതിൻ്റെ തന്നെ ഒരു പ്രേതം പോലെ നിൽക്കുന്നു. ബെർലിനിലെ ജനങ്ങളുടെ മുഖത്ത് മറ്റു യൂറോപ്യൻ നഗരങ്ങളിൽ കണ്ടതിനേക്കാൾ വലിയൊരു ഭാരമുണ്ടായിരുന്നു. പരാജയത്തിൻ്റെ ഭാരം, ഒപ്പം കുറ്റബോധത്തിൻ്റെയും. ലോകം മുഴുവൻ വെറുപ്പോടെ നോക്കുന്ന ഒരു രാജ്യത്തെ പൗരന്മാരായി ജീവിക്കേണ്ടി വരുന്നതിൻ്റെ നിസ്സഹായത അവരുടെ ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു. എന്നാൽ അവരും അതിജീവനത്തിൻ്റെ പാതയിലായിരുന്നു. തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചായക്കടകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കൈപ്പേറിയ എർസാറ്റ്സ് കാപ്പി, അതായത് യഥാർത്ഥ കാപ്പിക്കുരുവിനു പകരം മറ്റു ധാന്യങ്ങൾ വറുത്തുപൊടിച്ചുണ്ടാക്കുന്ന കാപ്പി കുടിക്കുന്ന പ്രായമായ മനുഷ്യരെ അദ്ദേഹം കണ്ടു. അവരുടെ കണ്ണുകളിൽ ഒരു കാലത്ത് ജർമ്മൻ പ്രൗഢിയെക്കുറിച്ചുള്ള ഓർമ്മകളും ഇന്നത്തെ ദുരിതവും ഒരുമിച്ച് കാണാമായിരുന്നു. ഈ കാഴ്ചകളാണ് പിന്നീട് പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാവിവരണത്തിൽ അദ്ദേഹം യൂറോപ്പിനെക്കുറിച്ച് എഴുതിയപ്പോൾ അതിന് ആഴം നൽകിയത്. ഫ്രാൻസിലെ പാരീസിലെത്തിയപ്പോൾ കാഴ്ചകൾക്കല്പം മാറ്റമുണ്ടായിരുന്നു. പാരീസ് നഗരത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നില്ല. പക്ഷേ യുദ്ധം ആ നഗരത്തിൻ്റെ ആത്മാവിനേൽപ്പിച്ച മുറിവ് വലുതായിരുന്നു. ഫാഷൻ്റെയും കലയുടെയും ലോക തലസ്ഥാനം അതിൻ്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈഫൽ ടവറിന് താഴെ പഴയതുപോലെ പ്രണയിതാക്കൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചിരികൾക്ക് വലിയ തിളക്കമുണ്ടായിരുന്നില്ല. തെരുവുകളിൽ അപ്പോഴും പട്ടാളക്കാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പട്ടിണി അത്ര രൂക്ഷമല്ലായിരുന്നെങ്കിലും സാധനങ്ങൾക്ക് വലിയ വിലയായിരുന്നു. എങ്കിലും തകർച്ചയിലും കലയെ സ്നേഹിക്കുന്ന ഒരു ജനതയെ അദ്ദേഹം അവിടെ കണ്ടു. ചെറിയ ചെറിയ ഗാലറികൾ തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. സംഗീത കച്ചേരികൾ നടന്നിരുന്നു. മനുഷ്യന് റൊട്ടി മാത്രം പോരാ, അതിജീവിക്കാൻ കലയും സംഗീതവും കൂടി വേണമെന്ന് പാരീസ് അദ്ദേഹത്തെ പഠിപ്പിച്ചു. യുദ്ധം തകർത്ത യൂറോപ്പിലൂടെയുള്ള ഈ യാത്ര പൊറ്റക്കാടെന്ന മനുഷ്യനെയും എഴുത്തുകാരനെയും ഒരുപാട് മാറ്റിമറിച്ചു. പിരമിഡുകളുടെയും ആഫ്രിക്കൻ കാടുകളുടെയും കാഴ്ചകൾ അദ്ദേഹത്തിൽ അത്ഭുതവും കൗതുകവുമാണ് ജനിപ്പിച്ചതെങ്കിൽ യൂറോപ്പ് അദ്ദേഹത്തെ മനുഷ്യൻ്റെ ക്രൂരതയെയും അതിജീവന ശേഷിയെയും കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിച്ചു.
പുരോഗതിയുടെയും സംസ്കാരത്തിൻ്റെയും പേരിൽ അഹങ്കരിക്കുന്ന യൂറോപ്യൻ സമൂഹം എത്ര എളുപ്പത്തിലാണ് പ്രാകൃതമായൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതെന്ന് അദ്ദേഹം നേരിൽ കണ്ടു. അതേസമയം ആ ചാരത്തിൽ നിന്നും വീണ്ടും ചിറകടിച്ചുയരാനുള്ള അവരുടെ കഴിവും അദ്ദേഹം മനസ്സിലാക്കി. ഈ യാത്ര കേവലം തകർന്ന കെട്ടിടങ്ങളുടെ കണക്കെടുപ്പായിരുന്നില്ല, മറിച്ച് തകർന്ന മനുഷ്യരുടെ മനസ്സിലൂടെയുള്ള ഒരു യാത്ര കൂടിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എഴുതിയ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിൽ അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിലെ മനുഷ്യരുടെ സന്തോഷവും സങ്കടവും ഇഴചേർന്നു വരുമ്പോൾ അതിലൊരുപക്ഷെ യുദ്ധം തകർത്ത യൂറോപ്പിലെ തെരുവുകളിൽ അദ്ദേഹം കണ്ട മനുഷ്യരുടെ ഓർമ്മകളുടെ ഒരു നേർത്ത നിഴൽ വീണിട്ടുണ്ടാകാം. കാരണം ലോകത്തെവിടെയായാലും മനുഷ്യൻ്റെ അടിസ്ഥാന വികാരങ്ങൾക്ക് ഒരേ മുഖമാണെന്ന് ഈ യാത്രകൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു. യുദ്ധം തകർത്ത യൂറോപ്പിലെ നഗരങ്ങളിലൂടെയുള്ള യാത്ര എസ്.കെ. പൊറ്റക്കാടിൻ്റെ മനസ്സിൽ ഒരു വലിയ ഭാരം തന്നെയായിരുന്നു അവശേഷിപ്പിച്ചത്. മനുഷ്യൻ്റെ ക്രൂരതയുടെയും അതിജീവനത്തിൻ്റെയും കഥകൾ കണ്ടുമടുത്ത അദ്ദേഹത്തിൻ്റെ മനസ്സ് മറ്റെന്തോ തേടുകയായിരുന്നു. ചരിത്രത്തിൻ്റെ ഭാരമില്ലാത്ത, യുദ്ധത്തിൻ്റെ മുറിവുകളില്ലാത്ത, കലയും സൗന്ദര്യവും ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു ജനതയെ കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആഫ്രിക്കയിലെ വന്യതയും ഈജിപ്തിലെ പുരാതനമായ നിഗൂഢതകളും യൂറോപ്പിലെ ആധുനികമായ തകർച്ചയും കണ്ടുകഴിഞ്ഞപ്പോൾ ലോകത്തിന് ഇനിയും ഒരുപാട് മുഖങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് തിരിയുന്നത്. ഇന്ത്യയുടെ സംസ്കാരവുമായി ഒരുപാട് സാമ്യമുള്ള, എന്നാൽ തികച്ചും തനതായ ഒരു ലോകം. ആ യാത്രയുടെ ഭാഗമായാണ് അദ്ദേഹം ദൈവങ്ങളുടെ ദ്വീപ് എന്ന് വിളിക്കപ്പെടുന്ന ഇന്തോനേഷ്യയിലെ ബാലിയിലെത്തുന്നത്. യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥയിൽ നിന്നും ചാരനിറമുള്ള കെട്ടിടങ്ങളുടെ കാഴ്ചകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തേക്കാണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. ബാലിയിലെ തുറമുഖത്ത് കാലുകുത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ വരവേറ്റത് ചൂടും ഈർപ്പവുമുള്ള ഒരു കാറ്റാണ്. ആ കാറ്റിന് ഒരു പ്രത്യേക മണമുണ്ടായിരുന്നു. കടലിൻ്റെ ഉപ്പുരസത്തിനൊപ്പം എവിടെ നിന്നോ ഒഴുകിവരുന്ന ചന്ദനത്തിരിയുടെയും ഫ്രാംഗിപ്പാനി എന്ന ചെമ്പകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട പൂക്കളുടെയും ഒരു മധുരഗന്ധം. ചുറ്റും പച്ചപ്പിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു. കേരളത്തിലെ പച്ചപ്പുമായി സാമ്യമുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെടുത്തിയ എക്കൽ മണ്ണ് നൽകിയ ഒരു തരം സമൃദ്ധി. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകളും കവുങ്ങുകളും അതിനിടയിൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കളും. അദ്ദേഹം ബാലിയിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര തുടങ്ങി. അവിടുത്തെ കാഴ്ചകൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. വഴിയുടെ ഇരുവശത്തും കുന്നിൻ ചിരവുകളെ തട്ടുതട്ടുകളായി തിരിച്ച് നെൽകൃഷി ചെയ്തിരിക്കുന്ന കാഴ്ച ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ മനോഹരമായിരുന്നു. സുബക് എന്നറിയപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അവിടുത്തെ ജലസേചന രീതി ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം മാത്രമല്ല, ആ നാട്ടിലെ മനുഷ്യരുടെ സാമൂഹികമായ ഒത്തൊരുമയുടെ പ്രതീകം കൂടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഓരോ തട്ടിൽ നിന്നും അടുത്ത തട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആ പച്ചപ്പിനിടയിൽ ഓരോ വളവിലും ഓരോ വീടിനു മുന്നിലും, എന്തിന് നെൽപ്പാടങ്ങളുടെ നടുവിൽ പോലും അദ്ദേഹം ചെറിയ ചെറിയ അമ്പലങ്ങൾ കണ്ടു. കറുത്ത അഗ്നിപർവ്വത ശിലകൾ കൊണ്ട് നിർമ്മിച്ച വിചിത്ര രൂപങ്ങളുള്ള ദൈവങ്ങളുടെയും ഭൂതങ്ങളുടെയും പ്രതിമകൾ സ്ഥാപിച്ച കോവിലുകൾ. ബാലിയിലെ വീടുകൾക്ക് പോലും ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതീതിയായിരുന്നു. മതിലുകളാൽ ചുറ്റപ്പെട്ട ഓരോ വീട്ടുവളപ്പിലും താമസിക്കാനുള്ള കെട്ടിടങ്ങൾ കൂടാതെ കുടുംബാംഗങ്ങൾ ആരാധിക്കുന്ന ചെറിയ അമ്പലങ്ങളും ബലിപീഠങ്ങളും ഉണ്ടായിരുന്നു. കലയും ജീവിതവും മതവും ദൈനംദിനചര്യകളും തമ്മിൽ വേർതിരിക്കാനാവാത്ത വിധം അത്രയേറെ കെട്ടുപിണഞ്ഞു കിടക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ബാലിയുടെ സ്ത്രീകൾ ചെറിയ കുട്ടകളിൽ പൂക്കളും പഴങ്ങളും അരിയും സുഗന്ധദ്രവ്യങ്ങളും വച്ച് മനോഹരമായ ചനാൻ സാരി എന്ന നൈവേദ്യങ്ങൾ ഉണ്ടാക്കി വീടിൻ്റെ പല ഭാഗങ്ങളിലും കടകളുടെ മുന്നിലും വഴിയരികിലുമെല്ലാം സമർപ്പിക്കുന്നത് അദ്ദേഹം കണ്ടു. നന്മയുടെ ദൈവങ്ങൾക്ക് നന്ദി പറയാനും തിന്മയുടെ ഭൂതങ്ങളെ പ്രീണിപ്പിക്കാനും വേണ്ടിയായിരുന്നു അത്. വായുവിൽ എപ്പോഴും ചന്ദനത്തിരിയുടെ ഗന്ധം തങ്ങി നിന്നു. യൂറോപ്പിലെ വെടിമരുന്നിൻ്റെ ഗന്ധം ശ്വസിച്ച ശ്വാസകോശങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഇവിടത്തെ മനുഷ്യരുടെ മുഖത്ത് അദ്ദേഹം യൂറോപ്പിൽ കണ്ട ക്ഷീണമോ ഈജിപ്തിലെ കച്ചവടക്കാരുടെ സൂത്രശാലിത്വമോ ആയിരുന്നില്ല കണ്ടത്. പകരം
ശാന്തവും സൗമ്യവുമായൊരു പുഞ്ചിരിയായിരുന്നു. അപരിചിതനായ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ കൈകൂപ്പി ഓം സ്വസ്ത്യസ്തു എന്ന അഭിവാദ്യം ചെയ്തു. അവരുടെ ജീവിതത്തിന് തിരക്ക് കുറവായിരുന്നു. എല്ലാം ഒരു പ്രത്യേക താളത്തിൽ നടക്കുന്നത് പോലെ. കല അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നില്ല, അതവരുടെ ജീവിതം തന്നെയായിരുന്നു. രാത്രിയാകുമ്പോൾ ബാലിയിലെ ഗ്രാമങ്ങൾ മറ്റൊരു ലോകമായി മാറുന്നത് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. എവിടെ നിന്നെങ്കിലും ഗമലാൻ എന്ന വാദ്യമേളത്തിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കാം. ചെണ്ടയുടെയും ചേങ്ങിലിയുടെയും ശബ്ദവുമായി സാമ്യമുള്ള, എന്നാൽ അതിനേക്കാൾ ലോഹത്തിൻ്റെ മുഴക്കമുള്ള ഒരു സംഗീതം. ആ സംഗീതം കേൾക്കുന്നിടത്തേക്ക് അദ്ദേഹം നടന്നു ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു അമ്പലമുറ്റത്തോ ഗ്രാമത്തിലെ പൊതുസ്ഥലത്തോ ഒരു നൃത്തനാടകം അരങ്ങേറുകയായിരിക്കും. വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് മുഖത്ത് കട്ടിയായി ചായം തേച്ച് സ്വർണ്ണനിറമുള്ള കിരീടങ്ങൾ വെച്ച് നർത്തകർ. അവരുടെ ഓരോ ചലനവും ആ സംഗീതത്തിനൊത്ത് കൃത്യമായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ കണ്ണുകളുടെ ചലനം. സംഗീതത്തിൻ്റെ താളം മുറുകുന്നതിനനുസരിച്ച് അവരുടെ കണ്ണുകൾ വിടരുകയും ഇടത്തോട്ടും വലത്തോട്ടും അതിവേഗത്തിൽ ചലിക്കുകയും ചെയ്യും. നന്മയുടെ പ്രതീകമായ ബറോങ് എന്ന സിംഹരൂപിയും തിന്മയുടെ രാജ്ഞിയായ രംഗ്ധയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥ പറയുന്ന നൃത്തം അദ്ദേഹം ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നു കണ്ടു. കാണികൾ വെറും കാഴ്ചക്കാരായിരുന്നില്ല, അവരും ആ കഥയുടെ ഭാഗമായിരുന്നു. തിന്മയുടെ ശക്തി കൂടുമ്പോൾ അവർ പ്രാർത്ഥിക്കും, നന്മ ജയിക്കുമ്പോൾ അവർ ആർത്തു വിളിക്കും. ഇത് അദ്ദേഹത്തിന് വെറുമൊരു കലാരൂപമായിരുന്നില്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വിശ്വാസങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒരു നേർക്കാഴ്ചയായിരുന്നു. മരങ്ങളിലും കല്ലുകളിലും അവർ തീർക്കുന്ന അത്ഭുതങ്ങൾ കണ്ടും അദ്ദേഹം അലഞ്ഞു നടന്നു. ഓരോ ഗ്രാമത്തിനും ഓരോ പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒരു ഗ്രാമം മുഴുവൻ മരക്കുത്തുപണിക്കാരുടേതാണെങ്കിൽ അടുത്ത ഗ്രാമം മുഴുവൻ കല്ലിൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരുടേതാണ്. സാധാരണ വീടുകളുടെ വാതിലുകളും ജനലുകളും പോലും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകൾ പറയുന്ന കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നും കടമെടുത്ത കഥകളാണെങ്കിലും ആ ശില്പങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് ബാലിയിലെ മനുഷ്യരുടെ മുഖഛായയായിരുന്നു. സീതയ്ക്കും രാമനും ഇന്തോനേഷ്യൻ വസ്ത്രങ്ങളായിരുന്നു. ആ കല അവരുടെ സ്വന്തം സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയിരുന്നു. എന്നാൽ ബാലിയിൽ അദ്ദേഹത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച മരണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. എൻഗാബൻ എന്നറിയപ്പെടുന്ന ശവസംസ്കാര ചടങ്ങുകൾ. അതൊരു ദുഃഖാചരണമായിരുന്നില്ല, മറിച്ച് ഒരാഘോഷമായിരുന്നു. മരിച്ചയാളുടെ ആത്മാവിനെ പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് തയ്യാറാക്കുന്ന വലിയൊരു ഉത്സവം. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയല്ല, മറിച്ച് വർണ്ണക്കടലാസുകളും തുണികളും കൊണ്ട് അലങ്കരിച്ച 10-15 മീറ്റർ ഉയരമുള്ള ഗോപുരങ്ങളിൽ മൃതദേഹം വെച്ച് ഗമേലാൻ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആർപ്പുവിളികളുമായിട്ടാണ് അവർ ശ്മശാനത്തിലേക്ക് പോകുന്നത്. ദുഃഖത്തിൻ്റെ ഒരു കണിക പോലും ആരുടെ മുഖത്തും കാണാനുണ്ടായിരുന്നില്ല. കാരണം ബാലിയിലെ വിശ്വാസമനുസരിച്ച് മരണം ഒരു അവസാനമല്ല, മറിച്ച് പുനർജന്മത്തിലേക്കുള്ള ഒരു വാതിൽ മാത്രമാണ്. കരഞ്ഞുകൊണ്ട് ആത്മാവിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ് അവരുടെ വിശ്വാസം. യൂറോപ്പിൽ യുദ്ധം വരുത്തിവെച്ച മരണത്തിൻ്റെ ഭീകരത കണ്ട കണ്ണുകൾക്ക് മരണത്തെ ഇത്രയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു ജനത ഒരു പുതിയ അറിവായിരുന്നു. ഈ അത്ഭുത ലോകത്തിലെ ഓരോ നിമിഷവും പൊറ്റേക്കാട് തൻ്റെ ഡയറിയിൽ കുറിച്ചുവെച്ചു. ഇവിടുത്തെ മനുഷ്യരുടെ നിഷ്കളങ്കമായ ചിരി, ചനാങ് സാറിയുടെ ഗന്ധം, ഗമേലാൻ സംഗീതത്തിൻ്റെ താളം, എൻഗാബൻ ചടങ്ങിൻ്റെ വർണ്ണപ്പൊലിമ എല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിലേക്ക് പകർന്നു. ഈ അനുഭവങ്ങളാണ് പിന്നീട് ബാലി ദ്വീപ് എന്ന മനോഹരമായ യാത്രാവിവരണമായി മാറിയത്. മലയാളികൾക്ക് ബാലി എന്ന സ്വർഗത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ പുസ്തകമാണ്. യുദ്ധം തകർത്ത ഒരു ലോകത്ത് നിന്നും കലയും ചിരിയും ജീവിതവുമായ ഒരു നാട്ടിലേക്കുള്ള ഈ യാത്ര പൊറ്റക്കാട് എന്ന സഞ്ചാരിയുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാനുള്ള ഒരു മരുന്നുകൂടിയായിരുന്നു. ലോകത്തിന് എത്രയെത്ര ഭാവങ്ങളുണ്ടെന്നും മനുഷ്യൻ്റെ ജീവിതത്തിന് എത്രയെത്ര അർത്ഥങ്ങളുണ്ടെന്നും അദ്ദേഹം വീണ്ടും വീണ്ടും തിരിച്ചറിയുകയായിരുന്നു. ബാലിയിലെ ഈ വർണ്ണക്കാഴ്ചകൾ ഇനി വരാനിരിക്കുന്ന തൻ്റെ ഏറ്റവും മഹത്തായ രചനകൾക്കുള്ള ഒരു ഊർജമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു. ലോകത്തിൻ്റെ പല കോണുകളിലൂടെ, പല സംസ്കാരങ്ങളിലൂടെ, പല മനുഷ്യരിലൂടെ സഞ്ചരിച്ച് അനുഭവങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ടുമായി നമ്മുടെ സഞ്ചാരി ഒടുവിൽ തൻ്റെ സ്വന്തം നാട്ടിലേക്ക്, കോഴിക്കോട്ടേക്ക് മടങ്ങിയെത്തുകയാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ നിഗൂഢതയും നൈൽ നദിയുടെ ചരിത്രവും യൂറോപ്പിൻ്റെ മുറിവുകളും ബാലിയിലെ കലിയും കണ്ട കണ്ണുകൾക്ക് പക്ഷേ അപ്പോഴും
ഒരു പൂർണ്ണത കൈവന്നിരുന്നില്ല. പുറം ലോകത്തെ അത്ഭുതങ്ങൾ എത്ര കണ്ടാലും മനുഷ്യൻ്റെ വേരുകൾ എപ്പോഴും അവൻ്റെ മണ്ണിൽ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ലോകം മുഴുവൻ കറങ്ങിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ എപ്പോഴും മായാതെ കിടന്നിരുന്ന ഒരു ലോകമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് താൻ ജനിച്ചു വളർന്ന നാടായിരുന്നു. കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗമാണെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ നന്മകളും നിഷ്കളങ്കതയും സൂക്ഷിച്ചിരുന്ന ആ പ്രദേശം. ആ നാടിൻ്റെ കഥ പറയാതെ തൻ്റെ യാത്രകൾക്ക് ഒരർത്ഥമുണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. അങ്ങനെ എസ്.കെ. പൊറ്റക്കാട് എന്ന ലോകസഞ്ചാരി തൻ്റെ യാത്രാക്കുറിപ്പുകൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഒരു നോവൽ എഴുതാൻ തയ്യാറെടുക്കുകയാണ്. അതൊരു സാധാരണ നോവലായിരുന്നില്ല. തൻ്റെ ജീവിതാനുഭവങ്ങളുടെ, താൻ കണ്ട മനുഷ്യരുടെ, താൻ കേട്ട കഥകളുടെ ഒരു സങ്കലനമായിരുന്നു അത്. അദ്ദേഹം തൻ്റെ എഴുത്തുമേശയ്ക്ക് മുന്നിലിരുന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് പിരമിഡുകളോ ഈഫൽ ടവറോ ആയിരുന്നില്ല. മറിച്ച് തൻ്റെ ഗ്രാമത്തിലെ അതിരാണിപ്പാടം എന്ന വയലും അതിനടുത്തുള്ള സ്കൂളും അവിടുത്തെ കലുങ്കും പിന്നെ ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുമായിരുന്നു. ആ നാടിൻ്റെ കഥ, അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ തന്നെ കഥ എഴുതാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം എഴുതി തുടങ്ങുകയാണ്. നോവലിലെ പ്രധാന കഥാപാത്രമായ ശ്രീധരൻ അത് അദ്ദേഹം തന്നെയായിരുന്നു. ലോകം കാണാൻ കൊതിച്ച, പുസ്തകങ്ങളെ സ്നേഹിച്ച, ചുറ്റുമുള്ള ഓരോ കാഴ്ചയെയും കൗതുകത്തോടെ നോക്കിക്കണ്ട ആ പഴയ ശങ്കരൻകുട്ടി. ശ്രീധരനിലൂടെ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലം പുനഃസൃഷ്ടിക്കുകയായിരുന്നു. അതിരാണിപ്പാടത്തെ സ്കൂളിലെ ക്ലാസ് മുറികൾ, അവിടുത്തെ അധ്യാപകർ, കൂടെ പഠിച്ച കുട്ടികൾ, ഓരോ മുഖവും ഓരോ സംഭവവും അദ്ദേഹം ഓർത്തെടുത്ത് കടലാസിലേക്ക് പകർത്തി. എഴുതുമ്പോൾ അദ്ദേഹം കോഴിക്കോട്ടെ തൻ്റെ വീട്ടിലായിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് യാത്ര ചെയ്ത് അതിരാണിപ്പാടത്തെ ഒരു കുട്ടിയായി മാറുകയായിരുന്നു. ആ ഗ്രാമത്തിലെ ഓരോ മരവും ഓരോ ഇടവഴിയും ഓരോ വീടും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സിനിമ പോലെ തെളിഞ്ഞു വന്നു. ഒരു ദേശത്തിൻ്റെ കഥ വെറുമൊരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മക്കുറിപ്പായിരുന്നില്ല. അതൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കൂടിയായിരുന്നു. നാടുവാഴികളും ജന്യന്മാരും പതുക്കെ അപ്രത്യക്ഷമാവുകയും പുതിയ കാലത്തിൻ്റെ കാറ്റ് ഗ്രാമത്തിലേക്ക് വീശിത്തുടങ്ങുകയും ചെയ്യുന്ന ഒരു സമയത്തെയാണ് അദ്ദേഹം വരച്ചു കാട്ടിയത്. ഗ്രാമത്തിലേക്ക് ആദ്യമായൊരു ബസ് വരുന്നത്, ആളുകൾ ആദ്യമായി റേഡിയോ കേൾക്കുന്നത്, ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ അയഞ്ഞു തുടങ്ങുന്നത്, ഒരു സമൂഹം മാറുന്നതിൻ്റെ സൂക്ഷ്മമായ ചിത്രങ്ങൾ അദ്ദേഹം ആ നോവലിൽ കോറിയിട്ടു. അതിലെ ഓരോ കഥാപാത്രവും ജീവനുള്ള മനുഷ്യരായിരുന്നു. കുഞ്ഞപ്പൂ എന്ന പോസ്റ്റ്മാൻ, കൃഷ്ണൻ മാസ്റ്റർ, ചന്ദ്രക്കാരൻ, വേലുമൂപ്പൻ, അവരെല്ലാം ഒരു കാലത്ത് അതിരാണിപ്പാടത്ത് ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ അത്തരം മനുഷ്യരുടെ പ്രതിനിധികളോ ആയിരുന്നു. അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ തമാശകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ചെറിയ ചെറിയ കുശുമ്പുകൾ എല്ലാം തികച്ചും സ്വാഭാവികമായിരുന്നു. നോവൽ വായിക്കുന്ന ഒരാൾക്ക് താനും ആ ഗ്രാമത്തിലെ ഒരംഗമാണെന്ന് തോന്നിപ്പോകും. ചില സാഹിത്യ നിരൂപകർക്കിടയിൽ ഇപ്പോഴും ഒരു ചർച്ച നടക്കാറുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ എത്രത്തോളം ആത്മകഥാപരമാണ്, എത്രത്തോളം ഭാവനയാണ് എന്ന്. പൊറ്റക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും യഥാർത്ഥത്തിൽ നടന്നവയാണെന്ന്. എന്നാൽ ഒരെഴുത്തുകാരൻ്റെ ഭാവനയുടെ സ്പർശം അതിൽ തീർച്ചയായും ഉണ്ടായിരുന്നു. യഥാർത്ഥ സംഭവങ്ങളെ ഒരു മാലയിലെ മുത്തുകൾ പോലെ മനോഹരമായി കോർത്തെടുത്ത് അതിനൊരു ഇതിഹാസത്തിൻ്റെ ഭംഗി നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. ലോകത്തിൻ്റെ വലിയ വലിയ നഗരങ്ങളുടെ കഥകൾ പറഞ്ഞ അതേ തൂലിക ഒരു ചെറിയ ഗ്രാമത്തിൻ്റെ കഥ പറയുമ്പോൾ കൂടുതൽ ശക്തമാവുന്നത് നമ്മൾ കാണുന്നു. കാരണം ആ കഥയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയുണ്ടായിരുന്നു. അതിരാണിപ്പാടം എന്ന ആ സാങ്കല്പിക ഗ്രാമം യഥാർത്ഥത്തിൽ കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രദേശമായിരുന്നുവെന്ന് പിന്നീട് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പുതിയ റയ്യൂർ അതിനോട് ചേർന്ന പ്രദേശങ്ങളുമാണ് ആ നോവലിൽ അതിരാണിപ്പാടമായി രൂപാന്തരപ്പെട്ടത്. അദ്ദേഹം ആ നാടിൻ്റെ ഭൂമിശാസ്ത്രം മാത്രമല്ല, ആത്മാവിനെ തന്നെയാണ് തൻ്റെ നോവലിലേക്ക് പറിച്ചുവാട്ടത്. നോവലിൽ പറയുന്ന ഇലഞ്ഞിപ്പൂമണമുള്ള ഇടവഴികളും ആൽമരച്ചുവടുകളും അമ്പലക്കുളവുമെല്ലാം ഒരു കാലത്ത് അവിടെയുണ്ടായിരുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു. കാലം ആ നാടിന്മേൽ രൂപം ഒരുപാട് മാറ്റിയിട്ടുണ്ടാകാം. പഴയ ഇടവഴികൾക്ക് പകരം വലിയ റോഡുകൾ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരു ദേശത്തിൻ്റെ കഥ വായിക്കുന്ന ഏതൊരാൾക്കും ആ പഴയ കാലത്തേക്ക്, ആ മണത്തിലേക്കും കാഴ്ചകളിലേക്കും തിരിച്ചു പോകാൻ സാധിക്കും. ഒരു നാടിനെ അതിൻ്റെ എല്ലാ തുടിപ്പുകളോടും കൂടി സാഹിത്യത്തിൽ അമരമാക്കുകയായിരുന്നു
എസ്.കെ. പൊറ്റക്കാക്കും. ഈ നോവൽ എഴുതുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ യാത്രകളിൽ കണ്ടുമുട്ടിയ പല മനുഷ്യരുടെയും സ്വഭാവ സവിശേഷതകൾ അതിരാണിപ്പാടത്തെ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മനുഷ്യരെ കണ്ടറിഞ്ഞതുകൊണ്ടാവാം അദ്ദേഹത്തിന് അതിരാണിപ്പാടത്തെ ഓരോ മനുഷ്യനെയും ഇത്രയധികം ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്നേഹവും വെറുപ്പും ദയയും ക്രൂരതയും നിഷ്കളങ്കതയും സൂത്രശാലികത്വവും എല്ലാം ലോകത്ത് എവിടെയുമുള്ള മനുഷ്യരിൽ ഒരുപോലെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ആഫ്രിക്കൻ ഗോത്രതലവൻ്റെ അധികാരഭാവങ്ങൾ ഒരുപക്ഷെ അതിരാണിപ്പാടത്തെ ഏതെങ്കിലും ഒരു കാരണവരുടെ സ്വഭാവത്തിൽ നിഴലിച്ചിട്ടുണ്ടാവാം. ബാലിയിലെ കലാകാരൻ്റെ നിഷ്കളങ്കമായ ചിരി അതിരാണിപ്പാടത്തെ ഏതെങ്കിലും ഒരു പാട്ടുകാരൻ്റെ മുഖത്ത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ദേശത്തിൻ്റെ കഥ ഒരു പ്രത്യേക ദേശത്തിൻ്റെ കഥയായി ഒതുങ്ങിപ്പോവാതെ ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ കഥയായി മാറുന്നത്. 1971 ഒരു ദേശത്തിൻ്റെ കഥ പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങിയപ്പോൾ അത് മലയാള സാഹിത്യത്തിലെ ഒരു പുതിയ വഴികാട്ടിയായി മാറി. അതുവരെ മലയാള നോവലുകൾക്ക് അധികം പരിചയമില്ലാതിരുന്ന ഒരു എഴുത്തുരീതിയായിരുന്നു അത്. വലിയ വലിയ തത്വങ്ങളോ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളോ പറയുന്നതിനു പകരം സാധാരണ മനുഷ്യരുടെ പച്ചയായ ജീവിതം അതേപടി പകർത്തിവെക്കുകയായിരുന്നു അദ്ദേഹം. ആ പുസ്തകം വായിച്ച ഓരോ മലയാളിക്കും അതിൽ സ്വന്തം ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തിൻ്റെ ഒരു തുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു. അതിലെ ശ്രീധരൻ എന്ന കുട്ടി തങ്ങൾ തന്നെയാണെന്ന് പലരും വിശ്വസിച്ചു. ആ നോവൽ ഒരു ഗ്രാമത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, നഷ്ടപ്പെട്ടുപോയ ഒരു കാലത്തെക്കുറിച്ചുള്ള മലയാളിയുടെ ഗൃഹാതുരത്വം കൂടിയായി മാറി. ഈ നോവലിൻ്റെ പിറവി എസ്.കെ. പൊറ്റക്കാട് എന്ന എഴുത്തുകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച യാത്രികൻ എന്ന നിലയിൽ നിന്ന് തൻ്റെ ജനതയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഇതിഹാസകാരൻ എന്ന പദവിയിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു. ലോകം കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്ക് വളമായെങ്കിൽ ആ ഭാവന ഏറ്റവും മനോഹരമായി പൂവിട്ടത് തൻ്റെ സ്വന്തം മണ്ണിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ്. യാത്രകൾ അദ്ദേഹത്തിന് അറിവ് നൽകി, എന്നാൽ എഴുത്തിന് ആഴം നൽകിയത് സ്വന്തം നാടിനോടുള്ള സ്നേഹവും അവിടുത്തെ ഓർമ്മകളുമായിരുന്നു. ഒരു ദേശത്തിൻ്റെ കഥ എഴുതി കഴിഞ്ഞപ്പോൾ ആഫ്രിക്കൻ കാടുകളിലൂടെ അലഞ്ഞതിനും പിരമിഡുകളുടെ രഹസ്യം തേടിപ്പോയതിനും യുദ്ധം തകർത്ത തെരുവുകളിലൂടെ നടന്നതിനും ഒരർത്ഥം കൈവന്നതായി ഒരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. കാരണം ലോകം എത്ര വലുതാണെന്ന് അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ തൻ്റെ ചെറിയ ലോകം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കൂ. അതിരാണിപ്പാടത്തിൻ്റെ ഇതിഹാസം അങ്ങനെ മലയാള സാഹിത്യത്തിലെ ഒരനശ്വരമായ ഇതിഹാസമായി മാറി. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലൂടെ താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിന്, അതിരാണിപ്പാടത്തിന് സാഹിത്യത്തിൽ ഒരു അനശ്വരമായ സ്ഥാനം നൽകിയതിനു ശേഷം എസ്.കെ. പൊറ്റക്കാട് തൻ്റെ ഓർമ്മകളുടെ ഭാണ്ഡക്കെട്ട് വീണ്ടും തുറക്കുകയാണ്. ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി പോരാടിയിരുന്ന, അവരുടെ സന്തോഷവും സങ്കടവും വിറ്റിരുന്ന, അവരുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിരുന്ന ആ നഗരത്തിൻ്റെ ഹൃദയത്തിലേക്ക് അദ്ദേഹം തൻ്റെ ശ്രദ്ധ തിരിച്ചു. കുട്ടിക്കാലത്ത് ഒരു കോണിലിരുന്ന് കൗതുകത്തോടെ നോക്കിക്കണ്ടിരുന്ന തൻ്റെ ഉള്ളിലെ സഞ്ചാരിക്ക് ആദ്യത്തെ ചിറകുകൾ നൽകിയ ആ തെരുവ്, കോഴിക്കോടിൻ്റെ ജീവനാഡിയായ മിഠായി തെരുവ്. ലോകത്തിലെ ഒരുപാട് മഹാനഗരങ്ങളിലെ തെരുവുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നിട്ടുണ്ട്. പാരീസിലെ ഈഫൽ ടവറിലേക്ക് നയിക്കുന്ന വഴികൾ, റൂമിലെ ചരിത്രമുറങ്ങുന്ന വീഥികൾ, കെയ്റോയിലെ തിരക്കേറിയ അങ്ങാടികൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ തെരുവുകൾക്കൊന്നും നൽകാൻ കഴിയാത്ത ഒരു സ്ഥാനമുണ്ടായിരുന്നു മിഠായി തെരുവിന്. കാരണം ആ തെരുവിനൊരു ആത്മാവുണ്ടായിരുന്നു. അത് കോഴിക്കോടിൻ്റെ തന്നെ ആത്മാവായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു തെരുവിൻ്റെ കഥ എഴുതാൻ തുടങ്ങുന്നു. ഈ നോവലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇതിലൊരു പ്രധാന കഥാപാത്രമില്ല, അല്ലെങ്കിൽ ഇതിലെ പ്രധാന കഥാപാത്രം ആ തെരുവ് തന്നെയാണ്. ആ തെരുവൊരു നിശ്ചലമായ സ്ഥലമല്ല, മറിച്ച് ശ്വാസമെടുക്കുന്ന, ചിരിക്കുന്ന, കരയുന്ന, ദേഷ്യപ്പെടുന്ന ഒരു ജീവനുള്ള ഒന്നായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ തെരുവാണ് കഥ പറയുന്നത്. തൻ്റെ നെഞ്ചിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് മനുഷ്യരുടെ കഥകൾ, താൻ സാക്ഷ്യം വഹിച്ച ചരിത്ര സംഭവങ്ങൾ, തൻ്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ച സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ശബ്ദങ്ങൾ എല്ലാം ആ തെരുവ് നമ്മളോട് പറയുകയാണ്. രാവിലെ കച്ചവടക്കാർ കടകൾ തുറക്കുന്ന ശബ്ദത്തോടെയാണ് ആ തെരുവ് ഉണരുന്നത്. പിന്നെ മനുഷ്യരുടെ ഒരു പ്രവാഹമാണ്. ഹൽവ വാങ്ങാൻ വരുന്നവർ, തുണിത്തരങ്ങൾ തിരയുന്നവർ, പുസ്തക കടകളിലേക്ക് ഓടുന്ന വിദ്യാർത്ഥികൾ,
ഒന്നും വാങ്ങാനില്ലെങ്കിലും വെറുതെ കാഴ്ചകൾ കണ്ടു നടക്കുന്നവർ. ഓരോ മനുഷ്യനും ഓരോ കഥയാണ്. ആ കഥകളെല്ലാം ഈ തെരുവിൽ വെച്ച് ഒന്നിക്കുന്നു. നോവലിൽ ഒരുപാട് മനുഷ്യർ വന്നും പോയുമിരിക്കുന്നു. ഓട്ടുപാത്രങ്ങൾ വിൽക്കുന്ന കോയ, സൈക്കിൾ യജ്ഞം നടത്തി ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന സർക്കസുകാരൻ, തെരുവിൻ്റെ ഒരറ്റത്തിരുന്ന് ആളുകളുടെ ഭാഗ്യം പ്രവചിക്കുന്ന ജ്യോത്സ്യൻ, രാത്രിയുടെ മറവിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില മനുഷ്യർ. ഇവരാരും വലിയ ചരിത്രപുരുഷന്മാരല്ല, വെറും സാധാരണക്കാർ. പക്ഷെ അവരുടെയെല്ലാം ജീവിതങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ആ തെരുവിൻ്റെ കഥ പൂർണ്ണമാകുന്നത്. ലോകം ചുറ്റിക്കണ്ട അനുഭവങ്ങൾ ഈ നോവലിൻ്റെ രചനയിൽ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കെയ്റോയിലെ ഖാൻ എൽ ഖലീലി മാർക്കറ്റിലെ തിരക്കും ബഹളവും ഒരുപക്ഷെ അദ്ദേഹത്തിന് മിഠായി തെരുവിലെ കച്ചവടക്കാരുടെ ആരവങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിച്ചിരിക്കാം. യുദ്ധം തകർത്ത ബെർലിനിലെ തെരുവുകളിൽ കണ്ട മനുഷ്യരുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം, മിഠായി തെരുവിലെ ചെറിയ കടകൾക്കുള്ളിലിരുന്ന് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന സാധാരണക്കാരൻ്റെ പോരാട്ടവുമായി ചേർത്ത് വായിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു തെരുവിൻ്റെ കഥ വായിക്കുമ്പോൾ അതൊരു കോഴിക്കോടൻ തെരുവിൻ്റെ കഥ മാത്രമായി നമുക്ക് തോന്നാത്തത്. അത് ലോകത്ത് എവിടെയുള്ളതും മനുഷ്യർ കൂടിച്ചേരുന്നതും കച്ചവടം നടക്കുന്നതും ജീവിതം മുന്നോട്ടു പോകുന്ന ഏതൊരു തെരുവിൻ്റെയും കഥയായി മാറുന്നു. അദ്ദേഹം ആ തെരുവിനെ ഒരു ചെറിയ ലോകമായ കാണുകയായിരുന്നു. അവിടെ പല മതസ്ഥരുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അവരെല്ലാം ആ തെരുവിൽ ഒന്നാണ്, ആ തെരുവിൻ്റെ മക്കൾ. മിഠായി തെരുവ് ഒരു ചരിത്ര പുസ്തകം കൂടിയായിരുന്നു. സാമൂതിരിയുടെ പടയാളികൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. അറബികളും ചൈനക്കാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ കച്ചവട സാധനങ്ങളുമായി ആ വഴി നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജാഥകൾക്ക് ആ തെരുവ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടവും ആ തെരുവിൻ്റെ ചുമരുകളിൽ അതിൻ്റെ അടയാളങ്ങൾ കോറിയിട്ട് പോയി. പുതിയ കെട്ടിടങ്ങൾ പഴയതിന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ടാർ ചെയ്ത റോഡുകൾ പഴയ കല്ലുപാകിയ വഴികളെ ഓർമ്മയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ആ തെരുവിൻ്റെ ആത്മാവിന് ഒരു മാറ്റവുമില്ലെന്ന് പൊറ്റക്കാട് തിരിച്ചറിയുന്നു. അത് ഇപ്പോഴും പഴയ കഥകൾ പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചില ചരിത്ര നിരീക്ഷകർ കരുതുന്നത് ഈ തെരുവ് വെറുമൊരു കച്ചവട കേന്ദ്രമായിരുന്നില്ല, മറിച്ച് കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക തീരുമാനങ്ങൾ രൂപപ്പെട്ട ഒരു തരം തുറന്ന പാർലമെൻ്റായിരുന്നു എന്നാണ്. രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുടെ പ്രതിഫലനങ്ങൾ ആദ്യം കാണാൻ കഴിയുന്നത് ഇവിടെയായിരുന്നു. നോവലിൽ അദ്ദേഹം മിഠായി തെരുവിലെ ഹൽവക്കടകളെക്കുറിച്ച് വർണ്ണിക്കുന്നത് വായിക്കുമ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറും. വലിയ ചില്ലലമാരകളിൽ പല നിറങ്ങളിൽ അടുക്കി വച്ചിരിക്കുന്ന ഹൽവയുടെ വലിയ കട്ടകൾ. കറുത്ത ഹൽവ, ചുവന്ന ഹൽവ, പച്ച ഹൽവ, ഇളനീരും അണ്ടിപ്പരിപ്പും ചേർത്ത് വെച്ച പ്രത്യേകതരം ഹൽവകൾ. ഓരോന്നിനും ഓരോ രുചിയാണ്, ഓരോ മണമാണ്. ആ കടകൾക്ക് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ കാറ്റിലൊഴുകി വരുന്ന നെയ്യിൻ്റെയും ശർക്കരയുടെയും ഏലക്കയുടെയും മണം ആരെയും ആകർഷിക്കും. ആ ഹൽവയ്ക്ക് കോഴിക്കോടിൻ്റെ സ്നേഹത്തിൻ്റെ മധുരമുണ്ടായിരുന്നു. അത് വാങ്ങാൻ വരുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ബന്ധം വെറുമൊരു കച്ചവടമായിരുന്നില്ല. തലമുറകളായി ഒരേ കടയിൽ നിന്നും ഹൽവ വാങ്ങുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു. അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ആ തെരുവിലെ സാമുദായിക ഐക്യം. ഗുജറാത്തിൽ നിന്നും വന്ന സേട്ടുമാരുടെ തുണിക്കടകൾക്ക് തൊട്ടപ്പുറത്ത് മുസ്ലിം സഹോദരങ്ങളുടെ അത്തറുകടകൾ, അതിനപ്പുറം ഹിന്ദുവായ ഒരാളുടെ പുസ്തകക്കട. അവർക്കിടയിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആ തെരുവിൻ്റെ മക്കളായിരുന്നു. അവരുടെ കച്ചവടങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടന്നു. അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും അവർ ഒരുമിച്ച് നിന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വർഗീയ ലഹളകൾ നടന്നപ്പോൾ പോലും ഈ തെരുവ് ശാന്തമായിരുന്നു. ആ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും കഥ കൂടിയാണ് പൊറ്റക്കാട് തൻ്റെ നോവലിലൂടെ പറയാൻ ശ്രമിച്ചത്. രാത്രിയാകുമ്പോൾ മിഠായി തെരുവിന് മറ്റൊരു മുഖമാണ്. കച്ചവടം കഴിഞ്ഞ് ആളൊഴിഞ്ഞ് കടകളെല്ലാം അടച്ചു കഴിയുമ്പോൾ ആ തെരുവ് നിശബ്ദമാകും. തെരുവ് വിളക്കുകളുടെ മഞ്ഞ വെളിച്ചത്തിൽ ആ പഴയ കെട്ടിടങ്ങൾക്ക് ഒരു നിഗൂഢമായ സൗന്ദര്യം കൈവരും. അപ്പോൾ ആ തെരുവ് അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പറയാൻ തുടങ്ങും. പകൽ വെളിച്ചത്തിൽ നമ്മൾ കാണാത്ത ചില മനുഷ്യർ അപ്പോൾ ആ തെരുവിലൂടെ നടന്നു പോകുന്നുണ്ടാവാം.
ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ, ആരോരുമില്ലാത്തവർ. അവർക്കെല്ലാം ആ തെരുവ് ഒരഭയമായിരുന്നു. ആ തെരുവിൻ്റെ രാത്രിയിലെ നിശബ്ദതയ്ക്ക് പോലും ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു. ഒരു ദേശത്തിൻ്റെ കഥ എന്നത് ഒരു ഗ്രാമത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് കാണിച്ചു തന്നതെങ്കിൽ, ഒരു തെരുവിൻ്റെ കഥ ഒരു നഗരത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളാണ് നമ്മളെ കേൾപ്പിച്ചത്. ലോകം മുഴുവൻ കണ്ട തൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് തൻ്റെ തൊട്ടുമുന്നിലുള്ള, താൻ എന്നും കാണുന്ന ഒരു തെരുവിനെ എത്രമാത്രം ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരു എഴുത്തുകാരന് കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ നോവൽ. എസ് കെ പൊറ്റക്കാട് എന്ന സഞ്ചാരി തൻ്റെ യാത്രകൾ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കുകയായിരുന്നില്ല, മറിച്ച് തൻ്റെ കൺമുന്നിലെ കാഴ്ചകളിലേക്ക് കൂടുതൽ ആഴത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയ മിഠായി തെരുവിൻ്റെ ആത്മാവ് മലയാള സാഹിത്യത്തിലെ അനശ്വരമായൊരു കഥാപാത്രമായി ഇന്നും ജീവിക്കുന്നു. അതിരാണിപ്പാടത്തിൻ്റെയും മിഠായി തെരുവിൻ്റെയും കഥകൾ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. എസ് കെ പൊറ്റക്കാടെന്ന പേര് കേരളത്തിലെ ഓരോ വായനക്കാരനും സുപരിചിതമായി. ലോകസഞ്ചാരി, കഥാകാരൻ, നോവലിസ്റ്റ്, പല വിശേഷണങ്ങൾ അദ്ദേഹത്തിന് ചാർത്തപ്പെട്ടു. യാത്രകൾ കുറഞ്ഞ് എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്ത് അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. കോഴിക്കോട്ടെ തൻ്റെ വീട്ടിലിരുന്ന് അദ്ദേഹം തൻ്റെ പഴയ യാത്രകളെക്കുറിച്ചും കണ്ടുമുട്ടിയ മനുഷ്യരെക്കുറിച്ചും ഓർത്തെടുക്കുകയായിരുന്നു. ഓരോ അനുഭവവും ഓരോ പുസ്തകമായി മലയാളത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. താൻ തിരഞ്ഞെടുത്ത വഴി ശരിയായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഓരോ പുസ്തകത്തിനും ലഭിച്ചുകൊണ്ടിരുന്ന വായനക്കാരുടെ സ്നേഹം. എങ്കിലും ആ വലിയ എഴുത്തുകാരനെ, ആ വലിയ സഞ്ചാരിയെ കാത്ത് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ബഹുമതി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 1980 എന്ന വർഷം വന്നെത്തി. ആ വർഷമാണ് ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം ആർക്കാണെന്ന് പ്രഖ്യാപിക്കുന്നത്. സാഹിത്യത്തിനുള്ള ഭാരതരത്നമെന്നു വേണമെങ്കിൽ അതിന് വിശേഷിപ്പിക്കാം. രാജ്യത്തെ എല്ലാ ഭാഷകളിലുമുള്ള മഹാരഥന്മാരായ എഴുത്തുകാരെ പരിഗണിച്ചാണ് ആ പുരസ്കാരം നൽകുന്നത്. അന്നുവരെ മലയാളത്തിൽ നിന്ന് ജി ശങ്കരക്കുറുപ്പിനു മാത്രമേ ആ ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വർഷത്തെ പുരസ്കാര പ്രഖ്യാപനത്തിനായി സാഹിത്യലോകം മുഴുവൻ കാതോർത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ ആ വാർത്തയെത്തി. 1980 ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടിന്. ആ വാർത്ത കോഴിക്കോടിൻ്റെ തെരുവുകളിൽ ഒരു ഉത്സവമായി പടർന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരന് രാജ്യത്തെ ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. എന്നാൽ ആ ബഹുമതിയുടെ പ്രഭയിലൊന്നും ഭ്രമിക്കാതെ എസ് കെ പൊറ്റക്കാട് ശാന്തനായി തൻ്റെ വീട്ടിലിരുന്നു. അദ്ദേഹത്തിന് ഇതൊരു അംഗീകാരം എന്നതിലുപരി താൻ നടന്ന വഴികളുടെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. എടുത്തുപറയത്തക്ക ഒരു സാഹിത്യ പാരമ്പര്യമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച് അധ്യാപക ജോലി എന്ന സുരക്ഷിതമായ തീരം ഉപേക്ഷിച്ച് ലോകമെന്ന അനിശ്ചിതത്വത്തിൻ്റെ കടലിലേക്കെടുത്തു ചാടിയ ആ ചെറുപ്പക്കാരൻ്റെ യാത്ര ഒടുവിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലെത്തിയിരിക്കുന്നു. ഏറ്റവും രസകരമായൊരു വസ്തുത, ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് ലോകം ചുറ്റിയെഴുതിയ യാത്രാവിവരണങ്ങളുടെ പേരിലായിരുന്നില്ല എന്നതാണ്. മറിച്ച് ഒരു ദേശത്തിൻ്റെ കഥ എന്ന തൻ്റെ സ്വന്തം ഗ്രാമത്തിൻ്റെ ആത്മാവിനെ ഒപ്പിയെടുത്ത ആ നോവലിനെ മുൻനിർത്തിയായിരുന്നു. അതായിരുന്നു ആ പുരസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ആഫ്രിക്കൻ കാടുകളിലെ നരഭോജികളുടെ ഇടയിലൂടെയും പിരമിഡുകളുടെ നിഗൂഢതകളിലൂടെയും യുദ്ധം തകർത്ത യൂറോപ്പിലൂടെയും സഞ്ചരിച്ച ഒരാൾ ഒടുവിൽ ആദരിക്കപ്പെടുന്നത് തൻ്റെ ഗ്രാമത്തിലെ അതിരാണിപ്പാടത്തെ പുൽമേടുകളുടെയും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെയും കഥ പറഞ്ഞതിനാണ്. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം അദ്ദേഹം തിരിച്ചെത്തിയത് തൻ്റെ വേരുകളിലേക്കായിരുന്നു. ആ വേരുകൾ എത്രമാത്രം ശക്തമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ആ അംഗീകാരം എസ് കെ പൊറ്റക്കാട് എന്ന വ്യക്തിക്ക് മാത്രമായിരുന്നില്ല. അത് അതിരാണിപ്പാടത്തെ ഓരോ പുൽക്കൊടിക്കും, മിഠായി തെരുവിലെ ഓരോ മനുഷ്യനും, എന്തിന് മലയാള സാഹിത്യത്തിന് തന്നെയും ലഭിച്ച ഒരു വലിയ ബഹുമതിയായിരുന്നു. ഒരുപക്ഷേ ആ നിമിഷത്തിൽ
അദ്ദേഹം ഓർത്തിട്ടുണ്ടാവുക കുട്ടിക്കാലത്ത് കോഴിക്കോട് ബീച്ചിലിരുന്ന് ദൂരെ പോകുന്ന കപ്പലുകളെ നോക്കി താനും ഒരുനാൾ ലോകം കാണുമെന്ന സ്വപ്നം കണ്ട ആ ശങ്കരൻ കുട്ടിയായിരിക്കാം. ആ സ്വപ്നമാണ് ഇപ്പോൾ ജ്ഞാനപീഠമായി തൻ്റെ കൈകളിലേക്ക് വന്നിരിക്കുന്നത്. ജ്ഞാനപീഠം ഏറ്റുവാങ്ങുന്ന ആ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ തൻ്റെ ജീവിതയാത്ര മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കടന്നുപോയിട്ടുണ്ടാവാം. കോഴിക്കോട്ട് പൊടിമണ്ണിൽ കളിച്ചു നടന്ന കുട്ടിക്കാലം, മുംബൈയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടിയാത്രയിലെ ആശങ്കകൾ, കാശ്മീരിലെ മഞ്ഞുമലകൾ, ആഫ്രിക്കൻ കാടുകളിലെ രാത്രികൾ, പിരമിഡുകളുടെ മുന്നിലെ വിസ്മയം, യൂറോപ്പിലെ തകർന്ന തെരുവുകൾ, ബാലിയിലെ നർത്തകരുടെ കണ്ണുകൾ, ഓരോന്നും അദ്ദേഹത്തെ ഇന്നത്തെ ഈ നിമിഷത്തിലേക്ക് എത്തിച്ച യാത്രയിലെ നാഴികക്കല്ലുകളായിരുന്നു. ആ യാത്രകളില്ലായിരുന്നെങ്കിൽ ഒരു ദേശത്തിൻ്റെ കഥ ഉണ്ടാകുമായിരുന്നില്ല. ലോകത്തെ അറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് തൻ്റെ ദേശത്തെ ഇത്രയധികം സ്നേഹിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ സന്ദേശമായിരുന്നു. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങൾക്ക് പിറകെ യാത്ര ചെയ്യുക, പക്ഷേ എത്ര ദൂരം പോയാലും സ്വന്തം വേരുകളെ മറക്കാതിരിക്കുക. ഇന്നത്തെപ്പോലെ ഇൻ്റർനെറ്റോ ഗൂഗിളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് സാധാരണക്കാരായ മലയാളികൾക്ക് ലോകം കാണിച്ചു കൊടുത്തത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ അവർ നൈൽ നദിയിൽ കുളിച്ചു, ആഫ്രിക്കൻ സിംഹങ്ങളുടെ അലർച്ച കേട്ടു, ബാലിയിലെ ഉത്സവങ്ങളിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, ഒരു തലമുറയുടെ മുഴുവൻ കൺട്രോൾ റൂം നഷ്ടപ്പെട്ട പൈലറ്റായിരുന്നു. അവരുടെ ഗൂഗിൾ മാപ്പും നാഷണൽ ജിയോഗ്രഫിക് ചാനലുമായിരുന്നു എസ്.കെ. പൊറ്റക്കാട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയും ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം. വലിയ സാഹിത്യകാരന്മാർ വലിയ മനുഷ്യരുടെ കഥകൾ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അതിരാണിപ്പാടത്തെയും മിഠായി തെരുവിലെയും സാധാരണ മനുഷ്യരുടെ ജീവിതം ഒരു ഇതിഹാസം പോലെ മനോഹരമാണെന്ന് നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ കോഴിക്കോടൻ തെരുവുകളിൽ തുടങ്ങിയ ആ വലിയ യാത്ര ഭാരതത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരത്തിൻ്റെ തിളക്കത്തിൽ അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുകയാണ്. ഒരു മനുഷ്യായുസ്സു മുഴുവൻ യാത്ര ചെയ്തും എഴുതിയും ലോകത്തെയും സ്വന്തം നാടിനെയും സ്നേഹിച്ചും ജീവിച്ച ആ വലിയ മനുഷ്യൻ്റെ കഥ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ അവസാനിച്ചിരിക്കാം, പക്ഷേ അദ്ദേഹം പറഞ്ഞ കഥകൾ ഇന്നും ജീവിക്കുന്നു, നമ്മളിലൂടെ, ഇനിയുള്ള തലമുറകളിലൂടെ. ഇപ്പോൾ പതിയെ രാത്രിയുടെ നിശബ്ദതയിലേക്ക് നമുക്ക് മടങ്ങാം. മിഠായി തെരുവിലെ ആരവങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അതിരാണിപ്പാടത്തെ വീടുകളിലെ വിളക്കുകൾ ഓരോന്നായി അണയുന്നു. എസ്.കെ. പൊറ്റക്കാട് എന്ന സഞ്ചാരി തൻ്റെ എല്ലാ യാത്രകളും കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി വിശ്രമിക്കുന്നതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ കഥയുടെ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. പുറത്തെ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം ഇനി മാറ്റിവെക്കാം. ഈ കഥയിലെ നല്ല ഓർമ്മകൾ ഒരു പുതപ്പ് പോലെ നിങ്ങളെ പൊതിയെട്ടി. ആഫ്രിക്കൻ ഡ്രമ്മുകളുടെ താളമോ, ബാലിയിലെ ഗമലാൻ സംഗീതമോ, അല്ലെങ്കിൽ അതിരാണിപ്പാടത്തെ കാറ്റിൻ്റെ നേരിയ സംഗീതമോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുവരട്ടെ. ശാന്തമായി ഉറങ്ങാനുള്ള സമയമാണിത്. മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഇറക്കിവെച്ച് കണ്ണുകളടച്ച് സുഖമായ നിദ്രയിലേക്ക് വഴുതി വീഴുക. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ശുഭരാത്രി നേരുന്നു.